അവിടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയുമെന്നും പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഇനി നമ്മള് ആ യേശു ചെയ്തതിലും അഥവാ ഇരട്ടി അഭിഷേകം, ഇരട്ടി ശക്തി നമ്മിൽ വരാൻ എന്ത് ചെയ്യണം, എന്തായിരിക്കണം, എന്നിട്ട് നമ്മളിൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങളിലേക്ക് കയറി ആലോചിക്കാൻ പോവുകയാണ്. യേശു കർത്താവ് ഒന്നാമത് പറഞ്ഞത്, ഞാൻ തന്നെ വഴി സത്യം ജീവനുമാണ്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. കരങ്ങൾ ഉയർത്തി ആമേൻ പറഞ്ഞേ, ഹല്ലേലൂയ. അപ്പോൾ എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും വലിയവ ചെയ്യുമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും നിയോഗിക്കപ്പെടുകയും ചെയ്യുമ്പോൾ യേശു കർത്താവ് പറഞ്ഞു, ഞാൻ വഴിയും സത്യം ജീവനുമാണ്. തോമസിന്റെ ചോദ്യത്തിന് മറുപടിയും ദൈവമനുഷ്യൻ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയും ആമേൻ എന്തുവാണ്? ഞാൻ വഴി സത്യം ജീവൻ ഞാനാണ്. അപ്പൊ ഞാൻ എവിടെ ആയിരിക്കണം? യേശുവാകുന്ന വഴിയിൽ, യേശുവാകുന്ന സത്യത്തിൽ, യേശുവാകുന്ന ജീവനിൽ ഞാൻ ആകുമ്പോൾ മാത്രമേ അവൻ പിതാവിൽ നിന്ന് എനിക്കുള്ളതും ഞാൻ ചെയ്യേണ്ടതും അവൻ നടക്കുകയുള്ളൂ. അവൻ പറഞ്ഞ് ഹല്ലേലൂയ. അപ്പോൾ യേശു കർത്താവിനോട് കൂടെ നിൽക്കുമ്പോൾ, യേശു കർത്താവാകുന്ന വഴിയിൽ നടക്കുമ്പോൾ, യേശു കർത്താവാകുന്ന സത്യത്തിൽ പുറപ്പെടുമ്പോൾ, യേശു കർത്താവാകുന്ന ജീവനിൽ നമ്മൾ ആകുമ്പോൾ അവൻ പിതാവ് എന്താണോ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് പുത്രനിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരാനായിട്ട് പോകുകയാണ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. അതിന്റെ ഹല്ലേലൂയ. ആമേൻ. അതിന്റെ 10ാമത്തെ വാക്യം പെട്ടെന്ന് താഴ്പോട്ടൊന്ന് ഓടിച്ചൊന്ന് വായിച്ചു വിട്ടെ. ഇല്ല, 7 മുതൽ താഴോട്ടൊന്ന് വായിച്ചു, പെട്ടെന്ന് വായിച്ചു. നിങ്ങൾ എന്നെ അറിഞ്ഞു എങ്കിൽ എന്നെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരേണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രകാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പിൻ. അടുത്ത ഭാഗമാണ് നമ്മൾ നേരത്തെ വായിച്ചത്, ഞാൻ ചെയ്തതിലും വലിയവ നിങ്ങൾ ചെയ്യും. ഇവിടെ പറയുന്ന ഒരു കാര്യം, ഒത്തിരി കാര്യമുണ്ട്. ഫിലിപ്പോസ് ചോദിച്ചു, കർത്താവ്, പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം, പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം. അപ്പോൾ യേശു കർത്താവ് പറയാണ്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ആമേൻ. അപ്പോൾ എന്നെ, യേശുവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആമേൻ, അതാരെ കണ്ടിരിക്കുന്നു? പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ നീ എന്തിനാണ് ഫിലിപ്പോസെ പിതാവിനെ അന്വേഷിക്കുന്നത്? നീ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ആമേൻ, യേശുവിനെ, ദൈവത്തെ കണ്ടിരിക്കുന്നു. അപ്പോൾ യേശുവിനെ, ഫിലിപ്പോസിന്റെ കാഴ്ചപ്പാടിൽ യേശുവിനെ കണ്ടത് ഒരു പ്രവാചകനായോ, എന്റെ ചിന്തയാണ്, ഒരു പ്രവാചകനായോ, ഒരു ഫിലിപ്പോസ് എങ്ങനാണോ മനുഷ്യത്വത്തിൽ നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് യേശു കർത്താവ് ഫിലിപ്പോസിന്റെ മുമ്പിൽ നിൽക്കുന്നത്. പക്ഷെ യേശുവിന്റെ അകത്തുള്ള ക്രിസ്തുവിനെ അവൻ ഫിലിപ്പോസ് കണ്ടിട്ടില്ലായിരുന്നു. ഹല്ലേലൂയ. അവൻ അപ്പോൾ ക്രിസ്തുവിനെ കാണുകയാണെങ്കിൽ, യേശുവിനെ അല്ല, യേശുവിലുള്ള ക്രിസ്തുവിനെ കാണുകയാണെങ്കിൽ അവൻ പിതാവായ ദൈവത്തെ കണ്ടിരിക്കുന്നു എന്ന് അതിന്റെ ആഴമേറിയ വെളിപ്പാടിലേക്ക് നമുക്ക് കയറാൻ പറ്റും. പത്രോസ് അതുകൊണ്ട് ചോദിച്ച്, അവൻ ആരാണ്? യേശു കർത്താവ് ചോദിച്ചു, ഞാൻ ആരാണെന്ന് എല്ലാവരും പറഞ്ഞു. കുറച്ചുപേര് പറഞ്ഞു പ്രവാചകൻ, കുറച്ചുപേർ ഏലിയാവിന്റെ ആത്മാവുള്ളവൻ, കുറച്ചുപേര് അങ്ങനെ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പത്രോസിനോട് ചോദിച്ചു, നിങ്ങൾ ആരും എന്നെ കുറിച്ച് പറയുന്നു? അപ്പൊ യേശു കർത്താവിനെ കുറിച്ച് ആമേൻ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു അത്രേ. അപ്പോൾ യേശു പറഞ്ഞ മറുപടി ഇതാണ്, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത്, എന്റെ സ്വർഗത്തിലെ പിതാവ് അത്രേ ആമേൻ നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. അപ്പോൾ യേശുവിൽ നിൽക്കുന്ന ക്രിസ്തുവിനെ മനസ്സിലായാൽ പിതാവിനെ മനസ്സിലായി. അവൻ ക്രിസ്തുവിൽ എന്തുണ്ടോ അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. അപ്പോൾ യേശുവിൽ എന്തുണ്ടോ അതെല്ലാം നമ്മുടെ ജീവിതത്തിലാകുമ്പോഴാണ് അവൻ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഇരട്ടി പങ്ക്, അഥവാ യേശു ചെയ്തതിലും വലിയവ ചെയ്യുവാൻ നമുക്ക് കഴിയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പിതാവിലും പിതാവ് എന്നിലും വസിക്കുന്നത് പോലെ, അപ്പൊ ഞാനിതിനെ കുറിച്ച് ഒത്തിരി നമ്മൾ കേട്ടതാണ്. പിതാവ് യേശുവിലും യേശു പിതാവിലും വസിക്കുന്നത് പോലെ നാം യേശുവിലും യേശു എന്നിലും വസിക്കുമ്പോഴാണ് അവൻ മിറക്കിൾ ഒരു ജീവിതത്തിൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. ഹല്ലേലൂയ. അവൻ കരങ്ങൾ ഉയർത്തി രാമൻ പറഞ്ഞ് ഹല്ലേലൂയ. അവൻ നമ്മളിന്ന് ചിന്തിക്കുന്ന ഒരു ഭാഗം ഇതാണ്, ഇരട്ടി അഭിഷേകത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതിനു വേണ്ടി എന്തിനാണ് ഇരട്ടി അഭിഷേകം എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് കയറി പോകണം. അതിനു വേണ്ടിയാണ്
അവൻ ഞാൻ അതിലേക്ക് തുടങ്ങുന്നത്. ആമേൻ, സ്തോത്രം. അപ്പോൾ യേശു കർത്താവ് വഴി, സത്യം, ജീവൻ. യേശു കർത്താവ്. അപ്പോൾ യേശുവാകുന്ന വഴിയിലും യേശുവാകുന്ന സത്യത്തിലും യേശുവാകുന്ന ജീവനിലും എന്റെ മേലുണ്ടെങ്കിൽ ഞാൻ പിതാവിനെ കണ്ടു. അപ്പോൾ പിതാവിനെ കാണുമ്പോൾ പിതാവ് എന്ത് ചെയ്യണമോ അത് അവൻ യേശുവിലൂടെ പ്രവർത്തിക്കുന്നു. അപ്പോൾ യേശുവിലൂടെ പ്രവർത്തിക്കുന്ന അതേ പ്രവൃത്തി യേശുവിൽ നിൽക്കുന്ന നമ്മിലൂടെയും ആ പ്രവൃത്തി വെളിപ്പെട്ട് വരുന്നു. അഥവാ അവൻ പിതാവിനെ ഞാൻ കാണുമ്പോൾ ക്രിസ്തുവിലൂടെ, യേശുവിലൂടെ പിതാവിനെ ഞാൻ കണ്ടുമുട്ടുമ്പോൾ പിതാവ് എന്താണോ എന്നിൽ ചെയ്യുവാനുള്ളത് അത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. അതിനെന്ത് വേണം? ഒരു ഇരട്ടി അഭിഷേകം വേണം. ഹല്ലേലൂയ. ആമേൻ. എല്ലാവർക്കും മനസ്സിലാകുന്നു ഇരട്ടി അഭിഷേകം. ഒരു പ്രാവശ്യം ഞാൻ ഈ അഭിഷേകത്തെ കുറിച്ച് ഒത്തിരി പറഞ്ഞതാണ്. വീണ്ടും അതിലേക്ക് തന്നെ പരിശുദ്ധാത്മാവിനെ കയറ്റി നിർത്തുന്നു. ഒരിക്കൽ കൂടെ പറയുന്നു, നമ്മൾക്ക് ദൈവം ഇതുവരെ കണ്ടതിൽ കാട്ടും കൂടുതൽ ആമേൻ ലഭിക്കണമെങ്കിൽ, നടക്കണമെങ്കിൽ ഇരട്ടി അഭിഷേകം, അഥവാ ഇന്നുള്ളതിനെക്കാട്ടും കൂടുതൽ അഭിഷേകം നമ്മുടെ മേൽ വന്നുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് കഴുകനെ പോലെ ചിറകടി ഉയരണം, അതിന് കാത്തിരിക്കണം, ശക്തി പുതുക്കണം, അഭിഷേകം പ്രാപിക്കണം. ആമേ. പലരും തളർന്ന് വീഴും, ഇടറി വീഴും, ഇടത്തും വലത്തും നിൽക്കുന്നവർ വീണുകൊണ്ടിരിക്കും. ആ സമയത്ത് ആമേ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാർ ചിറകടിക്കുന്നത് അടിച്ചുയരുന്നത് പോലെ ആമേ പറന്നുയരും എന്നൊക്കെ ബൈബിൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്തേക്ക് നമ്മൾ എത്തി നിൽക്കണമെങ്കിൽ ആമേ ആത്മാവിന്റെ ഇരട്ടി അഭിഷേകം, അഥവാ ഇന്നുകൾ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു അഭിഷേകത്തിന്റെ പകർച്ച നമ്മുടെ മേൽ അനുഭവിച്ചിരിക്കണം. ആമേൻ. ആമേൻ. ഇച്ചിരി കൂടെ കയറി പറഞ്ഞാൽ ഇന്നലകൾ ജയിച്ച യുദ്ധത്തിനേക്കാട്ടപ്പുറത്ത് അടുത്ത യുദ്ധത്തിൽ നിന്ന് ജയിച്ചു വരണമെങ്കിൽ നമ്മൾ ഇരട്ടി ശക്തിയോടെ പുറപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. ശത്രു ഒരിക്കലും നമ്മളെ വെറുതെ ഇരുത്തത്തില്ല, അവൻ വെറുതെ നിൽക്കത്തില്ല. അവൻ പലവിധമായ യുദ്ധങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കും, യുദ്ധതന്ത്രങ്ങൾ അവൻ ആലോചിച്ചുകൊണ്ടിരിക്കും. അവൻ ആ യുദ്ധതന്ത്രങ്ങൾ വെളിപ്പെട്ടു വരുമ്പോൾ തന്നെ അതിനെ കീഴ്പ്പെടുത്തുവാൻ ആമേൻ ശക്തി നമ്മുടെ അകത്ത് പുതുകി വന്നുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ആമേൻ, ആമേൻ, പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. ഹല്ലേലൂയ. അപ്പോൾ ആ തന്ത്രങ്ങളെ അറിഞ്ഞ് അതിനെ ജയിക്കണമെങ്കിൽ ആമേൻ നാം ഓരോരുത്തരും ജീവൻ പ്രാപിക്കേണ്ട ഒന്നാണ് ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം. എന്ന് വെച്ചാൽ ഇരട്ടി അഭിഷേകം. ഇന്നലകൾ കണ്ടതിനെ, ഒരിക്കൽ കൂടെ പറയുന്നു, ഇന്നലകൾ അനുഭവിച്ചതിനെ ഇന്നുകൾ അനുഭവിക്കാതിരിക്കണമെങ്കിൽ, രണ്ട്, ഇന്നലകൾ അനുഭവിച്ചതിനെക്കാട്ടും കൂടുതൽ ദുരിതങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്കുമ്പോൾ അതിനെ ജയിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇന്നലകൾ കഴിഞ്ഞു പോയ അഭിഷേകം പോരാ, ഇരട്ടി അഭിഷേകം നമ്മുടെ മേൽ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ഒന്നുകൂടെ പറയുന്നു, ഇന്നലകൾ കണ്ട കഷ്ടതയല്ല ഇനി വരാൻ പോകുന്നത്, ഇന്നലകൾ കണ്ട രോഗങ്ങൾ അല്ല ഇനി വരാൻ പോകുന്നത്, ഇന്നലകൾ പോയ വഴിയിൽ കൂടെ അല്ല ഇനി പോകേണ്ടത്, ഇന്നലകൾ സഞ്ചരിച്ച പാതകൾ അല്ല ഇനി നമ്മുടെ മുമ്പിൽ വെളിപ്പെടുന്നത്. അവിടെയൊക്കെ ജയാളിയായി മുമ്പോട്ട് പോകണമെങ്കിൽ പരിശുദ്ധ ആത്മാവിന്റെ ഇരട്ടി അഭിഷേകം ഹല്ലേലൂയ നമ്മുടെ മേൽ പകർന്നിരിക്കണം, അല്ലവാ പ്രാപിച്ചിരിക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽ എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങൾക്കൊരു വാക്ക് പറയാൻ കഴിയും കഷ്ടതയാണെന്ന്, നിങ്ങളുടെ വേദനയിൽ നിങ്ങൾക്ക് പറയുവാൻ കഴിയും നിങ്ങൾക്ക് വേദനയാണെന്ന്, നിങ്ങളുടെ രോഗത്തിൽ നിങ്ങൾക്ക് പറയുവാൻ കഴിയും നിങ്ങൾക്ക് രോഗമാണെന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ മറ്റെന്തെങ്കിലും പ്രതിസന്ധികൾ വന്നാൽ അതിനകത്ത് നിങ്ങൾക്ക് പറയും ഇന്ന ഇന്ന സംഭവങ്ങൾ സംഭവിക്കുകയാണെന്ന്. ആ പ്രശ്നങ്ങൾ മുഖാന്തരം നിങ്ങൾക്ക് ഒന്നുകൂടെ ചിന്തിക്കാൻ കഴിയും, ഇന്നുകൾ ഇങ്ങനെയാണെങ്കിൽ നാളുകൾ എന്താകും കർത്താവ് എന്ന് ചോദിക്കാനുള്ള ഒരു ചോദ്യം അവിടെ വെളിപ്പെട്ട് വരും. എന്നാൽ പരിശുദ്ധ ആത്മാവ് ഇന്ന് പകൽ എന്നോട് പറയാൻ പറയുന്നു, ആ ചോദ്യം വരാതിരിപ്പാൻ യേശുവിന്റെ ഇരട്ടി ആത്മാവിനെ അവന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി ഇരട്ടിപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും അവന്റെ ശക്തിയെ പുതുക്കിക്കൊണ്ട് ഓരോ നിമിഷവും അവന്റെ ആളവറ്റ വലിപ്പം പ്രാപിച്ചുകൊണ്ട് ഓരോ നിമിഷം ക്രിസ്തുവിന്റെ തലയോളം വളരുവാനുള്ള ഒരു പ്രാപ്തി ലഭിച്ചുകൊണ്ട് അവൻ ദൈവസന്നിധിയിൽ ഉയരുന്നുവെങ്കിൽ അവൻ ചില മുഖങ്ങൾക്കകത്തു നിന്ന് അവൻ ദൈവസഭ പുറത്തു വരാൻ പോകുകയാണ്. ദൈവത്തിന്റെ മഹത്വം, യേശുവിന്റെ ആഗ്രഹം, അഥവാ പിതാവായ ദൈവത്തിന്റെ ആഗ്രഹം ഓരോ മക്കളിലൂടെയും ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുന്നത് എന്റെ ചിന്ത, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയിൽ പിശാചിന്റെ പിടിയിൽ നിന്ന് നമ്മളെ പുറത്തെടുക്കണം, അവന്റെ നുകങ്ങൾക്കകത്തു നിന്ന് ജനത്തെ പുറത്തു കൊണ്ടുവരണം. അവനായി വെച്ചിരിക്കുന്ന സകല നുകങ്ങളുടെ അകത്തു നിന്ന് നുകത്തെയും നുകക്കടിയും അടിച്ച് അവൻ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അവൻ പിശാചി വയ്ക്കുന്ന നുകങ്ങൾ അവൻ ചലിക്കാൻ പറ്റത്തില്ല, അനങ്ങാൻ പറ്റത്തില്ല, തിരിയാൻ പറ്റത്തില്ല, അവൻ തല ഉയർത്തി നടക്കാൻ പറ്റത്തില്ല. ഈ നുകങ്ങൾക്കകത്ത് നിന്നാണ് അഭിഷേകത്തിന്റെ ശക്തി അവൻ ചിലരെ പുറത്തു കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. അവൻ ബൈബിൾ പറയുന്നു, അവൻ പുഷ്ടിയാൽ അവൻ നുകങ്ങൾ തകരും. അതിന്റെ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്, അഭിഷേകം
അഭിഷേകത്തിന്റെ ശക്തിയാൽ അവൻ മുഖങ്ങൾ തകരും. ഇന്ന് പകരം ഞാൻ ആത്മാവിൽ ദൂത് വീണ്ടും അറിയിക്കുന്നു. അവൻ ചിലരുടെ മേൽ വീണ് കിടക്കുന്ന ചില മുഖങ്ങൾ അഭിഷേകത്തിന്റെ ശക്തിയാൽ അവൻ പൊട്ടിമാറാൻ പോകുകയാണ്. അഭിഷേകത്തിന്റെ ശക്തിയാൽ അവൻ ചില രോഗ മുഖങ്ങൾ അവൻ പൊട്ടിമാറാൻ പോകുകയാണ്. അഭിഷേകത്തിന്റെ ശക്തിയാൽ അവൻ ചില പൈശാചിക മുഖങ്ങൾ പൊട്ടിമാറാൻ പോകുകയാണ്. അഭിഷേകത്തിന്റെ ശക്തിയാൽ അവൻ ചില ദുഷ്ടന്റെ ശക്തികൾ പൊട്ടിമാറാൻ പോകുകയാണ്. പക്ഷേ അഭിഷേകം നമ്മുടെ മേൽ നിലനിൽക്കണമെങ്കിൽ, അവൻ പ്രാപിക്കണമെങ്കിൽ അവന്റെ വഴിയിൽ നിൽക്കണം. അവൻ ഒന്ന്. രണ്ട്, അവൻ അവിടെ പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അവന്റെ സത്യത്തിൽ നിൽക്കണം. അവൻ മൂന്ന്, അവൻ ജീവനായ യേശുവിന്റെ ജീവൻ നമ്മുടെ അകത്തുണ്ടായിരിക്കണം. കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. നല്ലതുപോലെ ഒരു ദൈവശാന്തി എനിക്ക് മനസ്സിലാകുന്നു. ഒന്ന്, അവനാകുന്ന വഴിയിൽ ഞാൻ നിൽക്കണം. രണ്ട്, അവനാകുന്ന സത്യത്തിൽ ഞാൻ നിൽക്കണം. മൂന്ന്, അവനാകുന്ന ജീവനിൽ ഞാൻ പ്രവേശിക്കണം. അമ്മ അങ്ങനെ വചനം തന്നെ പറഞ്ഞു, എന്റെ വചനം ജീവനാണ്. അമ്മ ജീവനില്ലാത്തവർക്ക് ജീവനാണ് വചനം. അമ്മ ജീവൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവിടെ ജീവൻ നൽകുന്നതാണ് വചനം. അമ്മ മരണം തേർവാഴ്ച നടത്തുമ്പോൾ മരണത്തെ ജീവിപ്പിക്കുന്നതാണ് വചനം. ആമേൻ ഹല്ലേലൂയ. ഇല്ലേ, നമ്മുടെ സങ്കീർത്തനത്തിൽ വായിക്കുന്ന ഒരു പദമുണ്ട്, കാലിനെ വീഴ്ചയിൽ നിന്ന്, കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, ജീവനെ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു. ആമേൻ. അതാണ് നമ്മുടെ ജീവിതത്തിനകത്ത് വേണ്ടത്. ആമേൻ. അതാണ് നമ്മുടെ ജീവിതത്തിനകത്ത് വേണ്ടത്. കാല് വഴി സൂക്ഷിച്ചു നോക്കുക എന്ന് സംഘന നഹുപ്രവാചകൻ പറയുന്നു. ആമേൻ. കാല് നടക്കുന്ന പാത, വഴിയിൽ കൂടെ നടക്കുന്ന കാലുകളാണ്. ആമേൻ. ആ കാലുകൾക്ക് ആമേൻ ആമേൻ ഒരു പതിയിരിപ്പുണ്ട്, അല്ലെങ്കിൽ ഒരു ശത്രുവിന്റെ കെണിയുണ്ട്. ആ കെണിക്കകത്ത് നമ്മൾ പുറത്തു വരണം. അവൻ മറ്റൊരു ഭാഗം ഹല്ലേലൂയ. ആമേൻ ആമേൻ. സത്യമാകുന്നതിനകത്തൂടെ നടന്നാൽ മാത്രമേ ദുഷ്ടന്റെ കെണിക്കകത്ത് വീഴാതിരിക്കത്തുള്ളൂ. ആമേൻ. അത് യേശുവാകുന്ന സത്യമാണ്. ആമേൻ. ഇത് സത്യസുവിശേഷം എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഹല്ലേലൂയ. ഇതിനകത്ത് നമ്മൾ വിശ്വസിക്കുമ്പോൾ ഇതിനകത്തുള്ള സത്യം എന്റെ നിങ്ങളുടെ അകത്തേക്ക് വരികയാണ്. ഇതിനകത്തുള്ള ജീവൻ എന്റെ നിങ്ങളുടെ അകത്തേക്ക് വരികയാണ്. ഈ ജീവൻ അകത്താണ് നമ്മൾ നിൽക്കുന്നത്. ആമേൻ. മക്കളെ, ശത്രുവിന് തൊടാൻ പറ്റത്തില്ല. ആമേൻ പറഞ്ഞില്ല. ആമേൻ ആമേൻ. പിശാചിന് നിങ്ങളുടെ മേൽ ഒരു നുകവും വെക്കാൻ ഒക്കാത്തതുപോലെ അവൻ ദൈവം നിങ്ങളുടെ മേൽ പ്രവർത്തിക്കാൻ ഇറങ്ങി വരുന്നു. ആമേൻ ആമേൻ. ഞാൻ യേശുവിൽ നിൽക്കുമ്പോൾ, യേശുവിൽ നിൽക്കുന്ന എന്നെ അവൻ സത്യത്തിലും ആമേൻ ആമേൻ വഴിയിലും അവൻ ജീവനിലും നടത്തുന്നു. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും എന്റെ പിതാവ് പുത്രനിൽ മഹത്വപ്പെടുത്തേണ്ടതിന് ഞാൻ ചെയ്തു കൊടുക്കും. ശ്രദ്ധിച്ചു കേട്ടണം പദം. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ഒക്കെയും പുത്രനിൽ മഹത്വപ്പെടുത്തേണ്ടതിന്. ആമേൻ. ആ പുത്രന്റെ മഹത്വം നമ്മിൽ വെളിപ്പെടേണ്ടതിന്, ദൈവത്തിന്റെ മഹത്വം നമ്മിൽ വെളിപ്പെടേണ്ടതിന് ദൈവം അത് ചെയ്തു കൊടുക്കുന്ന മക്കളെ. ആമേൻ ആമേൻ ആമേൻ. മനസ്സിലാക്കുന്നവർക്ക് ഞാൻ സ്തോത്രം ചെയ്യും. മക്കളെ ഇങ്ങോട്ട് ശ്രദ്ധിക്കും. ഹല്ലേലൂയ. ആമേൻ. ദൈവം, ഇനി ഒന്നുകൂടെ ഞാൻ പറയുന്നു, നമ്മുടെ ദൈവത്തെ കുറിച്ച് നല്ലൊരു അറിവ് നമ്മുടെ അകത്തൊന്ന് ഇടിച്ചിറക്കി നിർത്തണം. എന്നിട്ട് അടുത്ത ഭാഗത്തിലേക്ക് കയറാം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം പുത്രനെ മഹത്വപ്പെടുത്തേണ്ടതിന് ദൈവത്തോട് എന്ത് ചോദിച്ചാലും ആ കാര്യം അവൻ ചെയ്തു കൊടുക്കുന്നു. അവൻ ചെയ്തു കൊടുക്കുന്നു. ഇനി ആ ചെയ്തു കൊടുക്കണമെങ്കിലുള്ള വഴിയാണ് നേരത്തെ നമ്മൾ വായിച്ചത്. അവൻ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പോൾ അവിടെ ആര് നിൽക്കുന്നോ അവന്റെ മേൽ ഈ പ്രവൃത്തി വെളിപ്പെട്ടു വരും. വളരെ ശ്രദ്ധയോടെ നിൽക്കണം. ഹല്ലേലൂയ. വളരെ ശ്രദ്ധയോടെ കുറച്ചു നേരം എന്റെ കൂടെ നിൽക്കണം. ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. ഈ വഴി നല്ല ക്ലിയർ വഴിയാണെങ്കിൽ കുഴപ്പമില്ല. അതിന് തൊട്ടിപ്പുറത്തൊരു വഴിയുണ്ട്, അത് മുള്ളും പറക്കാരെയാണെങ്കിൽ അത് കുഴപ്പമാണ്. ആമേൻ ആമേൻ. അപ്പൊ ഞാൻ പോകുന്ന വഴി ഇതിലെ കൂടെ ആണെങ്കിൽ മുള്ളും പറക്കാരെ മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ നേരെ തിരിച്ച് ഇപ്പുറത്തെ വഴിയിലേക്ക് നിന്ന നല്ല വഴി കിട്ടും. അമ്മേ ഇവിടെ മനസ്സിലാക്കി. നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ഹൈവേ ഉണ്ടല്ലോ, കന്യാകുമാരി ട്രിവാൻഡ്രം ഹൈവേക്ക് അകത്തൂടെ പോയി കഴിഞ്ഞാൽ പാരൽ റോഡുണ്ട്. പാരൽ റോഡിനകത്ത് ഇങ്ങനെ കേറി ഇറങ്ങി പോകും. കയറ്റവും ഇറക്കവും കയറ്റവും ഇറക്കവും. പക്ഷെ ഹൈവേക്കകത്തോട്ട് കയറി കഴിഞ്ഞാൽ നിരന്ന വഴി. അമ്മൻ പറഞ്ഞു. അമ്മ മറ്റേത് ഇച്ചിരി കഷ്ടപ്പെട്ട് കയറി ഇറങ്ങി പോകാൻ പറ്റുള്ളൂ. ഗിയർ ഡൗൺ ചെയ്യണം, കയറ്റമുണ്ട്, ഇറക്കമുണ്ട്, ശ്രദ്ധിക്കണം. പക്ഷെ ഇപ്പോഴത്തെ ഹൈവേ കൂടെ വന്നാൽ വിശാലമായിട്ട് അങ്ങ് പോകാം. അപ്പോൾ ഞാൻ യേശുവാകുന്ന വഴി നിൽക്കുമ്പോൾ വലിയ തടസ്സങ്ങൾ ഉണ്ടാകത്തില്ല.
അമ്മ പറഞ്ഞില്ല. ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. ഇപ്പുറത്ത് നിന്നാൽ ഇച്ചിരി കഷ്ടതയുണ്ട്, ഓടിയെത്താൻ ഇച്ചിരി താമസം. പക്ഷെ ഇപ്പുറത്ത് നിന്ന ഓടാൻ എളുപ്പ. ആമേൻ ഹല്ലേലൂയ. ആമേൻ. മനസ്സിലായി വരുന്നു തോന്നുന്നു. ആമേൻ. മക്കളെ, യേശുവിൽ നിന്നാൽ എന്റെ കഷ്ടതയിൽ ഓടാൻ എളുപ്പമാണ്. യേശുവിൽ നിന്നാൽ എന്റെ ജീവിതത്തിൽ എന്റെ കഷ്ടത വരുമ്പോൾ, വേദന വരുമ്പോൾ, രോഗം വരുമ്പോൾ അത് സൗഖ്യമാകാൻ എളുപ്പമാണ്. ഓ ഹല്ലേലൂയ. അവൻ യേശുവിൽ നിൽക്കുമ്പോൾ എന്റെ തലമുറയിലേക്ക് അനുഗ്രഹം പകരാൻ എളുപ്പമാണ്. യേശുവിൽ നിൽക്കുമ്പോൾ എന്റെ വീട്ടിൽ സന്തോഷം ഉണ്ടാകാൻ എളുപ്പമാണ്. അവൻ പറഞ്ഞില്ലല്ലോ. ഹല്ലേലൂയ. അവൻ മക്കളെ, പിശാച് തന്ത്രത്തോടെ വരുമ്പോൾ യേശുവിൽ ഞാൻ നിൽക്കുകയാണെങ്കിൽ, അവനെ ജയിച്ചവനോടുകൂടെ ഞാൻ നിൽക്കുകയാണെങ്കിൽ, അവൻ എന്നോട് പറയും, മോനെ ഞാൻ ഇന്നതുപോലെയാണ് ജയിച്ചത്, നീ ഇന്നതുപോലെ ചെയ്താൽ മതി, അവൻ നീ ജയിക്കും. ഹല്ലേലൂയ. അവൻ മനസ്സിലായില്ല. ഹല്ലേലൂയ. അവൻ മക്കളെ, പിശാച് തന്ത്രത്തോടു കൂടെ യേശുവിന്റെ അടുക്കൽ വന്ന് എന്നെ പറഞ്ഞു, വലിയ അത്ഭുതം കാണിക്കണമെന്ന് പറഞ്ഞ വന്ന് യേശു കർത്താവ് പറഞ്ഞു, അവൻ അവിടെ വചനം കൊണ്ട് അവനെ ജയിച്ചു. വചനം കൊണ്ട് ജയിച്ചു. അപ്പോൾ യേശുവിൽ ഞാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരും വചനം. എവിടെ നിൽക്കുന്നേ? ഞാൻ വചനത്തിൽ നിൽക്കുക. അമ്മ പറഞ്ഞാട്ടെ. അമ്മ വചനത്തിൽ നിൽക്കുമ്പോ വചനം എനിക്ക് ഓർമ്മ വരുന്നു. അമ്മ ഇപ്പൊ നിങ്ങളൊരു കാര്യം പറഞ്ഞിട്ട്, നിങ്ങൾ ഒരു സ്ഥലത്തൂടെ പോവുകയാണ്. ഒരു സ്ഥലത്തൂടെ പോകുമ്പോൾ ഒരു പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം അവിടെ വെച്ചുണ്ടായി. പ്രതീക്ഷിക്കാത്ത വലിയതായ ഒരു ബുദ്ധിമുട്ട് ചിലരുടെ ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വലിയ ഹൃദയത്തിൽ മുറിവേറ്റ് കിടക്കുന്ന ചില സാഹചര്യങ്ങൾ ചിലരുടെ ജീവിതത്തിലുണ്ടാകും. ചില നഷ്ടങ്ങളായിരിക്കും, ചില കഷ്ടങ്ങളായിരിക്കും, അമ്മ ചില മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും. ഇവിടെ ഹൃദയത്തിനകത്ത് ഇതൊരു മുറിവായി എപ്പോഴും. ആ സംഭവം ഉണ്ടായ ദിവസവും അല്ലെങ്കിൽ ആ സാഹചര്യം വെളിപ്പെട്ട സമയവും ഒരിക്കലും മറക്കത്തില്ല. അമ്മ ബൈബിൾ പറയുന്നില്ലേ, ഒരു സ്ത്രീ തന്റെ എന്താ പറയുന്നത് ആഭരണവും തന്റെ വിവാഹ ദിവസവും മറക്കുമോ എന്നതുപോലെ ചില സാഹചര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകാൻ ഭയങ്കര പാടാണ്. പെട്ടെന്ന് അതിന് ഓർമ്മ വരും. അതുപോലെ ഇതിനകത്തുള്ള വചനം എന്റെ അകത്തുണ്ടെങ്കിൽ ഇത് മറക്കാൻ സാധ്യത കുറവാണ്. അമ്മ പറഞ്ഞില്ല. അമ്മ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്റെ ഹൃദയത്തിൽ ഓർമ്മ വരുന്നത് പോലെ അതേ സമയത്ത് അത് നിറഞ്ഞിരിക്കുന്ന സമയത്ത് വചനം എന്റെ അകത്ത് നിറച്ചു വെച്ചാൽ അമ്മ എന്റെ അകത്ത് പെട്ടെന്ന് ഓർമ്മ വരിക വചനമാണ്. ആമേൻ ഹല്ലേലൂയ. മനസ്സിലാകുന്നു? അവൻ ഒരിക്കൽ ഭയങ്കര വിഷമം എനിക്കുണ്ടായി. ഒരു രോഗം, ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോഴത്തേക്കും പ്രാർത്ഥിക്കണമെന്നറിയാം, ഇന്ന വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്നറിയാം, പക്ഷെ പ്രാർത്ഥനയില്ല. ആ വചനം പറഞ്ഞുള്ള പ്രാർത്ഥനയില്ല. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന എത്രയുള്ളൂ, കർത്താവെ സൗഖ്യമാക്കണം ഇത്ര എനിക്ക് അറിയത്തില്ല. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ട. അവന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് വചനമുണ്ട്. ആ വചനം ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായി. അമ്മ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ ഞാൻ എന്താണ് എന്റെ അകത്ത് നിറഞ്ഞിരിക്കുന്ന, ആ നിറഞ്ഞിരിക്കുന്നതിൽ നിന്ന് എനിക്ക് പ്രവർത്തിക്കാൻ കഴിയും. അതുപോലെ തന്നെയാണ് അവൻ ഇവിടെ ദൈവം പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് നമ്മളിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ യേശുവാകുന്ന വഴിയിലും യേശുവാകുന്ന സത്യത്തിലും യേശുവാകുന്ന ജീവനിലും ഞാൻ നിൽക്കുമ്പോൾ അവൻ പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് എന്റെ മേൽ ദൈവം, നിങ്ങളുടെ മേൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നു. ആമേൻ ആമേൻ. ഇന്ന് നിങ്ങൾ അത്ഭുതങ്ങൾ പ്രാപിപ്പാൻ ശക്തരാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആ കരങ്ങൾ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. ആമേൻ. മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കാൻ പോകുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. അടുത്ത തലം ഞാൻ പറയുന്നു. ആമേൻ. നിങ്ങൾക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കുന്നു. ആമേൻ. ശത്രുവിന് നിൽക്കുകയില്ല. ആമേൻ. ദൈവം എഴുന്നേൽക്കുന്നു. ആരും നിലനിൽക്കും. ആമേൻ. ദൈവം പ്രവർത്തിക്കാൻ ഇറങ്ങി വരുന്നു. ആരും അവൻ ദൈവം എഴുന്നേറ്റാൽ മനുഷ്യർ ഞങ്ങളോട് എന്ത് ചെയ്യും? അവൻ ദൈവം എഴുന്നേറ്റാൽ മനുഷ്യർക്ക് നമ്മളോട് എന്ത് ചെയ്യുവാൻ കഴിയും? അപ്പൊ നമ്മൾ ചോദിക്കും, മനുഷ്യരാണ് ശത്രുക്കൾ? അല്ല, മനുഷ്യരാരും ശത്രുക്കളൊന്നും. മനുഷ്യരിൽ അകത്ത് വ്യാപരിക്കുന്ന പൈശാചിക ശക്തിയാണ് ശത്രു. അവൻ അതുകൊണ്ട് എഫെസ്യ ലേഖനം 6 പറയുന്നത്, നമ്മൾക്ക് പോരാട്ടം ജഡരക്തങ്ങളോടാകരുത്, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടുമായിരിക്കണം. ആമേൻ ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ആരെയും എന്താ പറയുക, മനുഷ്യനെ ശാസിക്കല്ലേ, മനുഷ്യനെ ആമേൻ പിശാചിനെ ശാസിക്കണം. ആമേൻ. ലഗിയോനെ കണ്ടപ്പോ ലഗിയോനെ അല്ല ഭൂതത്തെ ശാസിച്ച് യേശു കർത്താവ് ഇല്ലേ? ആമേൻ. ഊമനും ബലിതനുമായ ഒരു ആത്മാവിനെ, ആ രോഗത്തെയാണ് അല്ല, അതിനുള്ള ആത്മാവിനെ ശാസിച്ച്. അവൻ ഇന്നും അതുപോലെ നമ്മൾ ചെയ്യണം. ചില ആത്മാവിനെ അകത്ത് വ്യാപരിക്കുമ്പോൾ നമുക്ക് തന്നെ ചെയ്യാൻ കഴിയും. നമ്മുടെ അകത്ത് എന്തെങ്കിലും തെറ്റായ പ്രേരണകൾ വരുമ്പോൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകും. നമുക്കതിനെ ശാസിക്കാൻ കഴിയും. അമ്മ ഒരു രോഗം വരുമ്പോൾ യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യമാകട്ടെ, നമുക്കതിനെ പ്രാർത്ഥിക്കാൻ കഴിയും. അമ്മ ഇല്ലേ? ഒരു പാപ സ്വഭാവം, ചിന്തകൾ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് വരുമ്പോൾ
അമ്മേ നമ്മുടെ കണ്ണുകൾ കാണുമ്പോൾ നമുക്കതിനെ ശ്വാസിക്കാൻ കഴിയും. യേശുവിന്റെ നാമത്തിൽ പിശാച് ആത്മാവിനോട് മാറാൻ പറയും. ഭയങ്കര അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് തന്നെ അത് കഴിയും. അപ്പൊ നമ്മൾ അതിലേക്ക് കയറി വരിക. നമ്മളൊരു ഭാഗം കൂടെ വളരെ വേഗത്തിൽ ഒന്ന് വായിക്കുകയാണ്. ഹല്ലേലൂയ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം ആമേൻ 61-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യമാണ് തോന്നുന്നു. ഒന്ന് വായിച്ച്. നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും. ലജ്ജയ്ക്ക് പകരം അവൻ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും. ഇനി ശ്രദ്ധിച്ച് കേട്ടോണമേ. അവിടെ പറയണം, നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും. ഇരട്ടിയായി പ്രതിഫലം കിട്ടും. അടുത്ത ഭാഗത്തിന് പറയുകയാണ്, ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. ആമേൻ. അടുത്ത ഭാഗം പറയുന്നു, അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും. ആമേൻ. ഈ പദം നഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയിൽ നിന്ന് അടുത്തൊരു തരത്തിലേക്ക് തന്റെ മക്കളെ കൊണ്ട് കയറുന്ന ഒരു പദമാണ് ഇവിടെ വായിച്ചത്. അവൻ ഇത് യേശു കർത്താവിനെ കുറിച്ച്, യേശു കർത്താവിനോട് അനുബന്ധിച്ചുള്ള ഒരു പ്രവചനം. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നു കഴിയുമ്പോൾ, ആ ദൈവത്വം വെളിപ്പെടുത്തി കഴിയുമ്പോൾ, ക്രിസ്തുവിലൂടെ നഷ്ടപ്പെട്ട ജനത്തെ മടക്കിയെടുക്കുന്നതും, അവൻ നഷ്ടപ്പെട്ട നന്മകൾ തിരിച്ചു പ്രാപിക്കുന്നതും, അവൻ നഷ്ടപ്പെട്ട എന്തെല്ലാം മേഖലയാണോ അവിടുന്ന് എല്ലാം തിരികെ കൊണ്ടുവന്ന് ക്രിസ്തുവിൽ ജയാളിയായി നടത്തുന്ന ഒരു മേഖലയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ പറയുന്ന പദം ഇതാണ്, എല്ലാം ഇരട്ടി ഇരട്ടി ഇരട്ടിയായി. അവൻ പറഞ്ഞു, അവൻ നേരത്തെ നമ്മൾ വായിച്ചത് അവൻ ചെയ്തതിലും വലുത്, അതും ഒരു പദമാണ് ഇരട്ടി. ഹല്ലേലൂയ. അപ്പോൾ ഇതെല്ലാം ഇരട്ടി ഇരട്ടി ഇരട്ടിയായി കയറി വരണമെങ്കിൽ അവൻ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞു, യേശുവിലായിരിക്കണം. അവൻ യേശുവിന്റെ സാന്നിധ്യം നമ്മൾ ഉണ്ടായിരിക്കണം. യേശുവിലൂടെ നടക്കണം. അവന്റെ ജീവൻ നമുക്ക് ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. വചനം നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ അകത്ത് എന്തെല്ലാമോ വേണം, അതെല്ലാം യേശുവിൽ നിന്ന് നമ്മുടെ അകത്തേക്ക് നിറച്ച് നമ്മുടെ ജീവിതത്തിൽ നല്ലതുപോലെ നല്ല വഴിയിൽ കൂടെ നടക്കുന്നവരുടെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് എതിരെയോ അല്ലെങ്കിൽ ദുഷ്ടന്മാരോ ഒത്തിരി നിന്ദകൾ പറയുന്നവരോ നിന്ദിക്കുന്നവരോ അപമാനിക്കുന്നവരോ എല്ലാവരും കണ്ടേക്കാം. പക്ഷെ ആ വഴി നിങ്ങൾ നോക്കരുത്. ആമേൻ. ആ വഴി വിട്ടിട്ട് ദൈവ വഴിയിലേക്ക് കയറി വരണം. നിങ്ങളെ ഇപ്പൊ ഒത്തിരി പ്രശ്നങ്ങൾ നമുക്കുണ്ടാകാം, മനുഷ്യർക്കുണ്ടാകാം. ഒരു വേദന വരുന്ന സമയം, ഒത്തിരി മേഖലകളിൽ നിന്ന് ദുഃഖങ്ങൾ അനുഭവിക്കുന്ന മേഖലകൾ, ഇതെല്ലാം മനുഷ്യരുണ്ടാകാം. പക്ഷെ ആ സാഹചര്യങ്ങളൊക്കെ വിട്ടിട്ട്, ആ വഴി വിട്ടിട്ട് അതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമുക്ക് തകർന്നു പോകും. നമ്മൾ തകർന്നു പോകും. പക്ഷെ ആ വഴി വിട്ടിട്ട് അടുത്ത വഴിയിലേക്ക് കയറണം. യേശു ആകുന്ന വഴിയിലേക്ക് കയറണം. ആ വഴി കയറി നിന്ന് ധൈര്യത്തോടെ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. അടുത്തൊരു വിടുതൽ നമ്മുടെ ജീവിതത്തിൽ കാണണം. അവൻ കാണണം. അതിന് ഒരു ഭാഗം കൂടെ ഞാനത് ഈ ഭാഗം നമുക്ക് അവിടുത്തെ ലാസ്റ്റ് കയറി വരാൻ പറ്റും നോക്കാം. ഒരു ഭാഗം കൂടെ വായിക്കണം. ഹല്ലേലൂയ. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിന് 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കണം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഏലിയാവ് എലീശയോട്, ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് എലീശ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ. നീ ശ്രദ്ധിച്ചു കേട്ടെ. അവൻ മറിക്കരുത്. അവൻ ശ്രദ്ധിച്ചു കേട്ടണം. എലീശ പറയുന്ന ഒരു പദമാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അപ്പൊ പറഞ്ഞു, എന്റെ ഇരട്ടി പങ്ക് എന്റെ മേൽ വരണം. ഞാൻ കർത്താവിനോട് ചോദിച്ചു, എന്താ കർത്താവ് ഇങ്ങനെ ഒരു ഭാഗം എലീശ ചോദിക്കാൻ കാര്യം? അവിടെ മുകളിൽ നിന്ന് നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, എലീശയുടെ ഇരട്ടി പങ്ക്, ഏലിയാവിന്റെ ഇരട്ടി പങ്ക് എലീശയുടെ മേൽ വരുമ്പോൾ ഏലിയാവിനെ തോൽപ്പിച്ച അല്ലെങ്കിൽ ഭയപ്പെടുത്തിയ ശക്തികളെ പിന്നെ കാണാനില്ല. ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. ഒന്ന്, ഇസബേലിന്റെ ഒരു വാക്ക് കേട്ട് ഏലിയാവ് പേടിച്ച് ചൂരച്ചെടിയുടെ ചുവട്ടിലേക്ക് പോയി. പക്ഷെ ഇസബേലിന്റെ ശക്തിയെ എലീശ തകർത്തു. അവന്റെ കാലത്ത് ആ ശക്തി പൊങ്ങി വന്നില്ല. ഒരു സാരം ഞാനിങ്ങനെ പറയുന്നത്, ഏലിയാവിന്റെ ഇരട്ടി അഭിഷേകം എലീശയുടെ മേൽ വന്നപ്പോ ഏലിയാവിനെ ഭയപ്പെടുത്തിയത് എലീശയെ ഭയപ്പെടുത്തിയില്ല. ആമേൻ. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയുന്നു, ഏലിയാവിന്റെ മേലുള്ള അഭിഷേകത്തിനേക്കാൾ ഇരട്ടി അഭിഷേകം എലീശയുടെ മേൽ വന്നപ്പോൾ ഏലിയാവിനെ ഭയപ്പെടുത്തിയതൊന്നും എലീശയെ ഭയപ്പെടുത്തിയില്ല. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഏലിയാവിൽ നിന്ന് നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ തകർത്തത് എലീശയിൽ നിന്ന് തകർക്കാൻ സാധിച്ചില്ല. ആമേൻ. ഏലിയാവ് ചെയ്തതിനെക്കാട്ടും ഇരട്ടിയായി എലീശ പ്രവർത്തിച്ചു. ഏലിയാവ് ഒരു വ്യക്തിയെ ഉയർപ്പിച്ചു, എലീശ 2 പേരെ ഉയർപ്പിച്ചു. ഏലിയാവ് 8 അത്ഭുതം ചെയ്തു, എലീശ 16 അത്ഭുതങ്ങൾ ചെയ്തു.
ആമേൻ, ഹല്ലേലൂയ. ആമേൻ, മനസ്സിലാകുന്നു. അപ്പോൾ ഇരട്ടി അഭിഷേകം നമ്മുടെ മേലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലകൾ നടന്നതിനേക്കാൾ, ഇന്നലകൾ കണ്ടതിനേക്കാൾ അവൻ ഇരട്ടിയായി അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ ഇന്നലകൾ നമ്മളിൽ വന്നതിനേക്കാൾ യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ. അവ ഇന്നലകൾ നടന്നതിനേക്കാൾ അഭിഷേകം നമ്മുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ. അവൻ അതിനായി പ്രാർത്ഥിക്കും. അവ ഇന്നലകൾ കണ്ടതിനേക്കാൾ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ വരാൻ ആ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അവ ഇന്നലകൾ അനുഭവിച്ച കഷ്ടങ്ങൾ അനുഭവിക്കാതിരിക്കാൻ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്നലകൾ നടന്ന വഴിയിൽ കൂടി അല്ല നടക്കേണ്ടത്, അതിൽ ശ്രേഷ്ഠകരമായ പാതയിൽ കൂടെ പോകുവാൻ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഓ റമനയ രഗതന വൈഡരാജകത്തര അർദ്ധനരിഗതന വൈഡപ്രവചനാധികാര ഹല്ലേലൂയ അർദ്ധൽ ജാനമാന രഗതൽ കമന ഘടക ശൈഡപ്രവചനാധികാര ഹല്ലേലൂയ. ആമേൻ, 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 ഹല്ലേലൂയ. ആമേൻ. അതിന്റെ 1 രാജാക്കന്മാരുടെ 19 വരുമ്പോ ആമേൻ, അവിടെ വെച്ച് ആമേൻ നമ്മളൊരു ഭാഗം വായിക്കണം. 1 രാജാക്കന്മാരുടെ 19. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. 15 മുതൽ ഒന്ന് വേഗത്തിൽ ഓടിച്ചു വായിച്ച്. യഹോവ അവനോട് അരുളിച്ചെയ്തത് എന്തെന്നാൽ, നീ പുറപ്പെട്ട് ദമസ്കത്തിന്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോക. നീ എത്തുമ്പോൾ ഹസായനെ അരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. നിംഷിയുടെ മകനായ യഹൂവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. ആബേൽ മെഹോലിൽ നിന്നുള്ള സാബാത്തിന്റെ മകനായ എലീശയെ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യുകയും വേണം. ഹസയാന്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ യേഹു കൊല്ലും, യേഹുവിന്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ എലീശ കൊല്ലും എന്ന ബാലിന് മടങ്ങാത്ത മുഴങ്ങാൻ. യേഹു ഹസായേല് ഇവർ രണ്ടുപേരുടെ വാളിന് തെറ്റിപ്പോകുന്നവൻ എലീശ കൊല്ലും. അപ്പൊ ഇരട്ടി അഭിഷേകം എന്തിനായിരുന്നു? അപ്പൊ മക്കൾ ഓരോരുത്തർക്കും തെറ്റി വന്നതിന് എലീശയുടെ കയ്യിൽ തീരണമെങ്കിൽ അവരിലുള്ള അഭിഷേകം പോരാ. അതിന്റെ ഇരട്ടി അഭിഷേകം ഇവന്റെ മേൽ വ്യാപരിക്കണം. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മേൽ ഇരട്ടി അഭിഷേകം എന്ന് പകൽ വ്യാപരിക്കട്ടെ. ചിലതൊക്കെ തെറ്റി നമ്മുടെ അടുക്കിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടുന്ന് മാറിപ്പോകാതിരിക്കാൻ, അടുത്തൊരു ജനറേഷനിലേക്ക് അത് വ്യാപരിക്കാതിരിക്കാൻ ഇന്ന് പകൽ ആത്മാവിന്റെ ഇരട്ടി ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. അപ്പൻ രോഗി, അമ്മ രോഗി, തലമുറ രോഗി ആകുന്നിടത്തല്ല അതിന്റെ മേൽ വീണ് കിടക്കുന്ന ശാപങ്ങളെ പൊട്ടിക്കാൻ ഇന്ന് പകൽ ഇരട്ടി അഭിഷേകം. യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ. പിതാക്കന്മാർക്ക് സംഭവിച്ചത് ഞാൻ ആത്മാവിൽ പറയുന്നു, അവർ തലമുറകളുടെ മേൽ സംഭവിക്കത്തില്ല. പിതാക്കന്മാർ അനുഭവിക്കാത്ത അനുഗ്രഹങ്ങൾ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. പിതാക്കന്മാർ പോകാത്ത ഏരിയകളിലേക്ക് തലമുറകൾ കയറി വരും. ആത്മാവിന്റെ ശക്തി ജനങ്ങൾ വെളിപ്പെടട്ടെ. അഭിഷേകത്തിന്റെ ശക്തിയാൽ ചില ഭൂകങ്ങൾ പൊട്ടി വരട്ടെ. ഇരട്ടി അഭിഷേകത്തെ കുറിച്ച്, ഇരട്ടി അഭിഷേകം ചോദിക്കുമ്പോ ഏരിയവരോടാണ് ചോദിക്കുന്നത് ഇരട്ടി അഭിഷേകം. അതിന്റെ ആ ഒരു ട്രാൻസ്ലേഷൻ ഞാൻ ഇങ്ങനെയാണ് കണ്ടത്, ജ്യേഷ്ഠന്റെ അവകാശം. മനസ്സിലായില്ല? ഞങ്ങൾ രണ്ടുപേരുണ്ട്. നമുക്ക് രണ്ടുപേരുണ്ട്. രണ്ടുപേരാണ്. അനു ബ്രദർ ജ്യേഷ്ഠന്റെ അവകാശം ചോദിക്കണം. എന്ന് വെച്ചാൽ രണ്ടുപേർക്ക് സമാംശമായിട്ട് അവരെ വീട്ടിൽ നിന്ന് വീതിച്ചു കൊടുക്കും. അങ്ങനല്ലേ? സമാംശമായിട്ട് വീതിച്ചു കൊടുക്കുള്ളൂ. ആ വീതിച്ചു കൊടുക്കുമ്പോൾ അനിയൻ ചോദിക്കുകയാണ്, ജ്യേഷ്ഠന്റേത് കൂടെ എനിക്ക് വേണം. മനസ്സിലായോ? എന്തിനാണത് ചോദിക്കുന്നത്? തനിക്കുള്ള നന്മയുടെ ഇരട്ടിയാകണമെങ്കിൽ ജ്യേഷ്ഠന്റേത് കൂടെ കിട്ടിയാല് അത് ഇരട്ടിയാകത്തുള്ളൂ. ഇതുപോലെ തന്നെയാണ് ഇവിടെ അഭിഷേകത്തെ കുറിച്ച് ചോദിക്കുന്നത്. ഇരട്ടി പങ്കെന്ന് പറയുമ്പോൾ ഏലിയാവിന്റെ മേലുള്ളതും എലീശയുടെ മേൽ പകരപ്പെടേണ്ടതും രണ്ടും കൂടെ ചേർത്ത് വെക്കുമ്പോൾ ഇരട്ടിയായി മാറ്റപ്പെടുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നിലുള്ളതിനേക്കാൾ അടുത്തിരിക്കുന്നവനുള്ളതിനേക്കാൾ ഇരട്ടിയായി നമ്മുടെ മേൽ പകരപ്പെടട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ. മഹത്വം വെളിപ്പെടട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. അനുഗ്രഹങ്ങൾ വ്യാപരിക്കട്ടെ. ഇരട്ടി അഭിഷേകം ലഭിച്ചാലേ മക്കൾ ഈ കാലഘട്ടത്തിൽ ജയിക്കാൻ പറ്റൂ.
അപ്പൊ ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞതുപോലെ പറയുന്നു, ഈ കാലഘട്ടത്തിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അവൻ പിശാച് ഇന്നലത്തെ തന്ത്രം കൊണ്ടല്ല ഇന്ന് വരുന്നത്, ഇന്നത്തെ തന്ത്രം കൊണ്ടല്ല നാളെ വരുന്നത്. അവൻ അതിന് നമ്മൾ ജയിക്കണമെങ്കിൽ അവൻ ശക്തി പുതുക്കിക്കൊണ്ടേയിരിക്കണം. അവൻ ലജ്ജിക്കാതെ നിത്യ അനുഗ്രഹത്തിലേക്ക് കയറണമെങ്കിൽ അവൻ നമ്മുടെ മേൽ അഭിഷേകത്തിന്റെ ശക്തി. ഞാൻ വേറൊന്നും പറയത്തില്ല മക്കളെ, 1 കോടി രൂപ കിട്ടിയാലും നിങ്ങൾക്ക് ജയിക്കാൻ ഒക്കുകയില്ല. അല്ലെങ്കിൽ 1 കോടി രൂപ ലോട്ടറി അടിച്ചാൽ നിങ്ങൾക്ക് ജയിക്കാൻ ഒക്കുകയില്ല. ലോട്ടറി അടിച്ച് 1 കോടി കിട്ടിയവരൊക്കെ ഇന്ന് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ പേര് എനിക്കറിയാം. ഒരു മനുഷ്യനാണെങ്കിൽ ലോട്ടറി അടിച്ച് വലിയൊരു വീട് വെച്ചിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടത് അതിന്റെ കട്ടളയും ജനൽ ഇപ്പൊ ഇളക്കി വയ്ക്കുക ജീവിക്കാൻ വേണ്ടി. അമ്മ പറയത്തുന്നത് അമ്മ ഞാൻ പറഞ്ഞത്, 1 കോടി ഉണ്ടെങ്കിൽ യേശു ഇല്ലെങ്കിൽ, അഭിഷേകം ഇല്ലെങ്കിൽ 0. അമ്മേ, പൈസ വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പൈസ വേണം, അനുഗ്രഹം വേണം, നന്മ വേണം, വീട് വേണം. പക്ഷേ അതിനകത്ത് നിലനിൽക്കണമെങ്കിൽ അഭിഷേകം വേണം. അമ്മേ, അതിനകത്ത് ഓടി നടക്കണമെങ്കിൽ അഭിഷേകം വേണം. ഇന്നുള്ള ഈ ദുഷ്ടരോഗത്തെ ജയിക്കണമെങ്കിൽ അഭിഷേകം വേണം. അത് മനസ്സിലാക്കിയ യേശു കർത്താവും പിതാവും ഒരുപോലെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകർന്നത്. ആമേൻ. പകർന്ന ശക്തി നിറഞ്ഞതിന് ശേഷം തന്നെയാണ് പുറപ്പെടാൻ യേശു കർത്താവ് പറയുന്നത്. ആമേൻ. ശക്തി നിറഞ്ഞ് പുറപ്പെടുമ്പോൾ മാത്രമേ അത്ഭുതങ്ങൾ നടക്കുകയുള്ളൂ. ആമേൻ. മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാം ചിലരുടെ ശരീരത്തിനകത്ത് ഒരു അസാധാരണമായ ഒരു ദൈവശക്തിയുടെ ഒരു ഞരക്കം, ഒരു അനുഭവം അനുഭവിക്കുന്നെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്ക്. അവൻ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ്. അവൻ ശരീരത്തിനകത്തുള്ള ചില രോഗങ്ങള് അവൻ ഇരട്ടി അഭിഷേകത്തിന്റെ ശക്തിയിൽ അവൻ തകർന്നു മാറുകയാണ്. അവൻ ഞരമ്പിലേക്ക്, അസ്ഥിയുടെ മേലേക്ക്, മാംസത്തിന്റെ മേലേക്ക് അവൻ ദൈവശക്തി വ്യാപരിക്കുകയാണ്. ഇന്ന് പകൽ ആത്മാവിൽ തിരിച്ചറിയോ അവൻ ദൂതന്റെ മുഖങ്ങൾ പൊട്ടട്ടെ. എലീശാ പ്രവാചകന്റെ മരിച്ചു കിടക്കുന്ന ശരീരത്തിന്റെ നിൽക്കുന്ന അസ്ഥികളിൽ തൊട്ടപ്പോഴും മരിച്ചവരെഴുതിച്ചു. അസ്ഥികളുടെ മേൽ ആ ദൈവശക്തി ഉണ്ടായിരുന്നു. അമ്മേൻ. അസ്ഥികളുടെ മേൽ ആ ദൈവശക്തി ഉണ്ടായിരുന്നു. അമ്മ മക്കളുടെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ അഭിഷേകം ഏതുകൊണ്ട് നമ്മൾ പുറമേ കാണുന്ന ബാഹ്യമായ പ്രതലത്തിലല്ല, ആന്തരികമായ ഇന്നർ അവയവങ്ങളിലേക്ക് അത് ഇറങ്ങണം. ഹല്ലേലൂയ. അസ്ഥികളിൽ അത് വ്യാപരിക്കണം. ആമേൻ, ആമേൻ, ആമേൻ. സങ്കീർത്തനക്കാരൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു, എന്റെ ഹൃദയത്തിൽ ചൂട് പിടിച്ചു. ആമേൻ. അതുവരെ ഞാൻ മൗനമായി എന്റെ അസ്ഥികൾ ഉരുകി. പക്ഷേ ചൂട് പിടിച്ചപ്പോൾ അകത്ത് കയറണം. ദൈവവചനം അകത്ത് നിൽക്കണം, ദൈവശക്തി അകത്ത് നിൽക്കണം, പരിശുദ്ധാത്മാവിന്റെ ശക്തി അകത്ത് നിൽക്കണം. ആമേൻ. അത് തകർന്നു പോകരുത്. ഇന്ന് പകൽ നിങ്ങളൊന്ന് തിരിച്ചറിയണം. അകത്ത് നിറച്ച് ആ ശക്തി വ്യാപരിച്ച് ഇരട്ടി അഭിഷേകത്തോടെ പുറത്തോട്ട് ഇറങ്ങണം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഞാടികളിലും ഞരമ്പുകളിലേക്കും അത് ഇറങ്ങി വരണം. അഭിഷേകം ചിലതിനെ വളർത്തും. അഭിഷേകം എല്ലുകളുടെ മേൽ സൗഖ്യം നൽകും. അഭിഷേകം ഞരമ്പുകളുടെ മേൽ സൗഖ്യം നൽകും. അഭിഷേകം ഹൃദയത്തിനകത്ത് സൗഖ്യം നൽകും. അഭിഷേകം മനസ്സിന്റെ ചിന്തകളെ മാറ്റും. അഭിഷേകം ബുദ്ധിമണ്ഡലത്തെ തിരിക്കും. അഭിഷേകം ചിലരെ എഴുന്നേൽപ്പിക്കും. അഭിഷേകം തളർന്നു കിടക്കുന്ന തളർവാദ രോഗി എഴുന്നേൽപ്പിക്കും. അഭിഷേകം ഇന്ന് പല ചിലരെ ഉയർത്താൻ പോകുകയാണ്. ഒരു പ്ലെയിൻ ഉയർന്നു കയറുന്നത് പുറമേയുള്ള അതിന്റെ ആവരണം കൊണ്ടല്ല, അകത്തുള്ള ഇന്ധനത്തിന്റെ ശക്തിയാണ്. അത് യഥാക്രമം വർക്ക് ചെയ്യുമ്പോഴാണ് അത് പറന്നുയരുന്നത്. അതിന് സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യാൻ കഴിവുള്ള ഒരു ഓപ്പറേറ്റർ അതിനകത്തുണ്ട്. അമ്മ മക്കളെ, അഭിഷേകം നമ്മുടെ മേൽ പകരുക മാത്രമല്ല, അതിന് വേണ്ടിയതുപോലെ വർക്ക് ചെയ്യാൻ പ്രയത്നിക്കുന്ന ഒരു ആത്മശക്തി, ഒരു യേശു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അമ്മ തക്ക സമയത്ത് വെളിപ്പെടുവാനുള്ള ദൈവത്തിന്റെ കൃപാവരങ്ങള് അമ്മ ജ്വലിപ്പിക്കേണ്ടതിന്, അമ്മ തക്ക സമയത്ത് വേണ്ടതുപോലെ മുമ്പോട്ട് യാത്ര ചെയ്യേണ്ടതിന്, അമ്മ തക്ക സമയത്ത് രോഗങ്ങൾ സൗഖ്യമാകേണ്ടതിന്, അമ്മ തക്ക സമയത്ത് ദുരന്തങ്ങൾ മാറിപ്പോകേണ്ടതിന് അഭിഷേകം വർക്ക് ചെയ്യാൻ അമ്മ യേശു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് എലീശയുടെ മേലിൽ അഭിഷേകം ചെയ്യാൻ ഏലിയാവിനെ അയക്കുമ്പോ ഓരോ രാജാവ് 2 പേര് ഹസായേല് ഏഹൂ 2 സ്ഥലത്താണ്. അമ്മ എലീശയുടെ അടുക്ക വരുമ്പോ, എലീശയാണ് ഇരട്ടി പങ്ക് ചോദിച്ചത്, അതുകൊണ്ട് ആ വഴി കൂടെ കയറി പോന്നെ. എലീശയുടെ അടുക്ക വരുമ്പോ എലീശ 12 ഏർക്കാളയോടുകൂടെ ഉഴുതുകൊണ്ടിരിക്കുകയാണ്. അമ്മ പറഞ്ഞ ഹല്ലേലൂയ.
എലീശ 12 ഏർക്കാളയോടുകൂടെ ഉഴുതുകൊണ്ടിരിക്കുകയായിരുന്നു. ഏർക്കാള എന്ന് പറയുമ്പോൾ മുഖം വഹിക്കുന്നവൻ. ചുമട് വലിക്കുന്ന കാള, അല്ലെങ്കിൽ കൂലിപ്പണി ചെയ്യുന്ന കാള. കൂലി ചെയ്യുന്ന, കഷ്ടപ്പെടുന്ന, ചുമട് വലിക്കുന്ന, ഭാരം വഹിക്കുന്ന കാള. മുഖമുണ്ടായിരിക്കും ആ കാളയുടെ മേഖലയിൽ. അപ്പോൾ എലീശയും അങ്ങനെ പറയുന്നു. എലീശയെ കുറിച്ച് പറയുന്നത് അവൻ 12 ഏർക്കാളയോടുകൂടെ അവനും ഒരു കാളയ്ക്ക് തുല്യമായി മുഖം ഏറ്റവനായിരുന്നു. പറഞ്ഞില്ല. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഈ അഭിഷേകം ചോദിച്ച വ്യക്തി മുഖത്തിന്റെ കീഴിലായിരുന്നെന്ന് അർത്ഥം. ഈ പുതപ്പ് വീണപ്പോഴത്തേക്കും, പുതപ്പ് എലീശയുടെ മേൽ വീണപ്പോഴത്തേക്കും എലീശ ഏർക്കാളയെ വിട്ടിട്ട്, അഥവാ 12 കാളകളെ വിട്ടിട്ട് ഏലിയാവിന്റെ പുറകെ പോവുകയാണ്. ഏലിയാവിന്റെ പുറകെ പോകുമ്പോ എലീശയ്ക്ക് ഒരു ചിന്ത, ഞാൻ എന്റെ അപ്പനും അമ്മയോടൊന്ന് യാത്ര പറഞ്ഞിട്ട് മടങ്ങി വരാം. അപ്പോൾ ഏലിയാവ് പറയുന്നത്, ഞാൻ നിന്റെ മേൽ എന്ത് തന്നിരിക്കുന്നു, അഥവാ എന്താണ് ഇട്ടത് എന്ന് നീ മറന്നു പോകരുത്. ഹല്ലേലൂയ. ദൈവസ്ഥാനത്ത് നല്ലതുപോലെ ചലിക്കുന്നു. മക്കളെ, നമ്മുടെ മേൽ രക്ഷ ലഭിച്ചത്, യേശുവിനെ ലഭിച്ചത് പിതാവായ ദൈവം പകർന്ന തികഞ്ഞ സ്നേഹം, പിതാവായ ദൈവം പകർന്ന തികഞ്ഞ സാന്നിധ്യം, പിതാവായ ദൈവം പകർന്ന ആ രക്ഷ നശിച്ചു പോകേണ്ടിയ, മരിച്ചു പോകേണ്ടിയ, പാപത്തിന് കീഴിൽ അടിമത്തത്തിലേക്ക് പോകേണ്ടിയ, അല്ലെങ്കിൽ നരകത്തിലേക്ക് തള്ളപ്പെടേണ്ടിയ എനിക്കും നിങ്ങൾക്കും ഒരു നിത്യ രക്ഷ ദൈവം നൽകിയത് നമ്മൾ മറന്നു പോകരുത്. 2, ദൈവം തന്നെ അഭിഷേകത്താൽ നമ്മളിലുള്ള വിടുതലുകൾ എന്തൊക്കെ ഉണ്ടെന്ന്, എന്തൊക്കെ അനുഗ്രഹമുണ്ടെന്ന്, എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ മറന്നു പോകരുത്. ഒന്നുകൂടെ പറയുന്നു, ദൈവം ഒരുക്കിയ വഴി നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിന്റെ സത്യം നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിന്റെ, യേശുവിന്റെ ജീവൻ നമ്മൾ മറന്നു പോകരുത്. ഇതെല്ലാം നമ്മുടെ അകത്ത് ഓർമ്മ നിൽക്കണം. എലീശയോട് പറഞ്ഞതുപോലെ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു എന്ന് നീ മറന്നു പോകരുത്. ഹല്ലേലൂയ. ചിലരൊക്കെ പറയുന്നത് കേട്ടില്ല, വന്ന വഴികളെയൊക്കെ മറക്കുന്നവരാ ചിലര്, ഇല്ലേ? ചിലര് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലെന്നോ? ഞാൻ കേട്ടിട്ടുണ്ട്. പറഞ്ഞു. ഹല്ലേലൂയ. ഉയർന്നു വന്നു കഴിയുമ്പോൾ പറയും, അവൻ വന്ന വഴിയൊക്കെ മറന്നുപോയി. ചിലരൊക്കെ നല്ല സാമ്പത്തിക ശ്രേഷ്ഠതയിലേക്ക് കയറി കഴിയുമ്പോൾ പഴയ പാവപ്പെട്ടവരെ കണ്ട തിരിഞ്ഞു നോക്കത്തില്ല. അപ്പോൾ അവരെ കുറിച്ച് നമ്മളൊക്കെ പറയുന്ന പദമാണ്, അവൻ വന്ന വഴിയൊക്കെ അങ്ങ് മറന്നുപോയി. നമുക്ക് അങ്ങനെ ഉണ്ടാകാതിരിക്കണം. പ്രത്യേകിച്ച് എനിക്ക്, നിങ്ങളെ പറയുന്നതിനെക്കാട്ടും എനിക്കാണ് നല്ലത്. ഇല്ലേ? സ്വാതന്ത്ര്യം. പറഞ്ഞു. നിനക്കാർക്ക് സന്തോഷമില്ല. ഹല്ലേലൂയ. മക്കളെ, നമ്മൾ വരുന്ന വഴി കഷ്ടതയുടെ വഴി കൂടെയാണ്, തീച്ചുളയ്ക്കകത്തൂടെയാണ്. പക്ഷെ ആ വഴി മറക്കരുത് എന്ന് നമ്മൾ ഓർമ്മയുണ്ടായിരിക്കണം. എലീശയോട് അതാ പറയുന്നത്. നീ എവിടെ ആയിരുന്നു? നിങ്ങളാരും അതിനോട് സഹകരിക്കുന്നില്ല. നിങ്ങൾ എവിടെയായിരുന്നു? എലീശ എവിടെ ആയിരുന്നു? എലീശ കണ്ടത്തിനകത്ത്, കുഴഞ്ഞ ചേറ്റിനകത്തായിരുന്നു എലീശ. ഇച്ചിരി കൂടെ പറഞ്ഞ മനുഷ്യരോട് കൂടെയല്ല, കാളകളോട് കൂടെയായിരുന്നു വാസം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു, പന്നിയോട് കൂടെ വാസം ചെയ്ത ദൂതപുത്രൻ. എന്നാൽ ഇവിടെ എലീശ അങ്ങനെയല്ല, കാളകളോട് കൂടെ ഉഴുതുകൊണ്ട് നടക്കുന്ന, കലപ്പ എന്ന നുകവും വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ് എലീശ. ആ എലീശയുടെ മേലാണ് അഭിഷേകത്തിന്റെ പുതപ്പ് വീണത്. മക്കളെ, കുഴഞ്ഞ ചേറ്റിനകത്തും നിന്ന് നിന്റെ മേൽ പകരപ്പെടുന്ന അഭിഷേകം അത് വെറുതെ കളയാനല്ല, അത് ഉപയോഗിക്കാൻ, അത് സൂക്ഷിക്കാൻ, അത് നിലനിർത്താൻ. അതിനെ കളയല്ല. അത് പന്നികളുടെ ഇടയിൽ വിതറാനുള്ളതല്ല. നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം പൗരസഭസ്വരം പറയുകയാണ്, നമ്മുടെ മേൽ ഈ മൺകൂടാരത്തിൽ പകർന്നിരിക്കുന്നത് സ്വന്തമല്ല. എന്റെ മേൽ പകർന്നിരിക്കുന്ന ജീവൻ എന്റെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമാണ്. എന്റെ മേൽ, നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ സ്വന്തമല്ല, അത് ദൈവത്തിന്റെ ദാനമാണ്. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കരുത്. ഇരട്ടി അഭിഷേകം ചോദിച്ചിട്ട് അത് നമ്മൾ മേടിച്ചിട്ട്, അഥവാ അഭിഷേകം ചോദിച്ചിട്ട് മേടിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ ആ വഴിയിൽ നടക്കണം. അവനെ ദുഃഖിപ്പിക്കാതെ ആ പാതയിൽ സഞ്ചരിക്കണം. അവന്റെ വാക്ക് നമ്മൾ കേൾക്കണം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ പറഞ്ഞേ, സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. എലീശ എവിടായിരുന്നു? കാമൻ കുടഞ്ഞ ചേറ്റിനകത്ത്. മക്കളെ, കുഴഞ്ഞ ചേറ്റിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ മേലാണ് അഭിഷേകത്തിന്റെ പുതപ്പ് വീഴുന്നത്. ആമേൻ, ആമേൻ. ആ 12 ഏർക്കാളയോടുകൂടെ കാളയ്ക്ക് തുല്യമായി ഒറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അപ്പനും അമ്മയും കാളയ്ക്ക് തുല്യമായി മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, ആ വ്യക്തിയുടെ മേലാണ് അഭിഷേകത്തിന്റെ പുതപ്പ് വീഴുന്നത്. അഭിഷേകത്തിന്റെ പുതപ്പ് വീണത് അവൻ വെറുതെ കളഞ്ഞില്ല, അവൻ അതിനെ സൂക്ഷിച്ചു. ഹല്ലേലൂയ.
രണ്ടാമത്തെ കാര്യം, അഭിഷേകത്തിന്റെ പുതപ്പ് വീണിട്ട് അതും മതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നില്ല. അധികം ചോദിച്ചു, അധികം പ്രാപിച്ചു, അധികം നേടി. അവൻ 5 കിട്ടിയവൻ 5 കൂടെ നേടി. അവൻ 1 കിട്ടി, പുതപ്പ് കിട്ടി എന്ന് പറഞ്ഞു. എനിക്ക് അഭിഷേകം കിട്ടി എന്ന് പറഞ്ഞിരുന്നില്ല. അന്യഭാഷ കിട്ടി എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും പറയുന്നു, അതും കൊണ്ടോണ്ടിരിക്കരുത്. ആമേൻ. മക്കളെ, നമുക്ക് പ്രാർത്ഥിച്ചു ഭയങ്കര കഷ്ടത, ബുദ്ധിമുട്ട്, പ്രതിസന്ധി, അവൻ എന്തെങ്കിലുമൊക്കെ നന്മ കിട്ടി, എനിക്ക് കിട്ടി എന്ന് പറഞ്ഞ് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്തത് മേടിക്കാൻ വേണ്ടി ധൈര്യപ്പെടണം. ആമേൻ. നമ്മുടെയൊക്കെ ചിന്ത, നമുക്കൊക്കെ ഒരു വീട് കിട്ടിയാൽ, ഒരു വാഹനം കിട്ടി, ഇത് മതിയെന്ന്. ആമേൻ. നമ്മളെ കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ. മക്കളെ, അഭിഷേകത്തിന്റെ ശക്തി ഞാൻ പഠിച്ചപ്പോ എനിക്ക് മനസ്സിലായത് ആമേൻ, നമ്മളെ കൊണ്ട് കഴിയാൻ മേലാത്ത ഇടത്തേക്ക് എത്തിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. അവൻ 12 കാളയോടുകൂടെ ജീവിതകാലം മുഴുവൻ നടക്കേണ്ട മനുഷ്യൻ എലീശ. അവൻ മനസ്സിലാകുന്നു. അപ്പന് വയലുള്ളിടത്തോളം കാലം. ഞാനിങ്ങനെ പറയുകയാണ്, ഒരു ലോക ചരിത്രത്തെ എടുത്ത് പറയാണ്, ഒരു മനുഷ്യൻ തന്റെ പിതാവിന് ആ വയലുള്ളിടത്തോളം കാലം ഒരു കാളയെ കൂടുതൽ മേടിച്ച് കെട്ടുകയില്ല. കാരണം എലീശ ഉണ്ട്. അവൻ പറഞ്ഞില്ല, എലീശ ഉള്ളിടത്തോളം കാലം എന്തിനൊരു കാളയുടെ ആവശ്യമില്ല. കാരണം കാളയ്ക്ക് തുല്യമായിട്ട് ആ മുഖം വഹിക്കുന്നുണ്ട്. അവൻ കാള ഉഴുതുന്നതിന്റെ ജോലി എലീശ ചെയ്യുന്നുണ്ട്. അവൻ പിന്നെ അടുത്തൊരെണ്ണം വേണോ? അവൻ മക്കൾ തലം മാറാൻ എലീശയുടെ മേൽ വീണത് അഭിഷേകത്തിന്റെ പുതപ്പാണ്. എലീശയുടെ തലം മാറ്റിയത് അവൻ കുഴഞ്ഞ ചേറ്റിനകത്ത് നിന്ന് അവൻ മാറ്റപ്പെട്ടത് അഭിഷേകത്തിന്റെ പുതപ്പ് വീണത്. ഇന്ന് പകൽ ഇതിനകത്ത് ആരുടെയൊക്കെ മേൽ അവൻ കുഴഞ്ഞ ചേറിനകത്തുനിന്ന് പുറത്തു വരാൻ അഭിഷേകത്തിന്റെ പുതപ്പ് വീണാൻ അതിന് യോഗ്യതയുണ്ടെന്ന് തോന്നുന്നെങ്കിൽ ആ പുതപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുക. അവൻ നിങ്ങളുടെ മേൽ വീഴുന്ന പുതപ്പ് അത് സാധാരണമല്ല, അത് രാജ്യങ്ങളിലേക്ക് കൈമാറാൻ. അഭിഷേകത്തിന്റെ പിന്നത്തെ ചരിത്രം എടുത്തു നോക്കുമ്പോ അസാധാരണമായ മിറുക്കൾ മനുഷ്യന് മുമ്പിൽ കാണും. അസാധാരണമായ മിറുക്കൾ. ഞാൻ പറഞ്ഞു ഇരട്ടി നമ്മളൊരു വാക്യം വായിച്ചു. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ നമ്മൾ എലീശയുടെ വേഗത്തേക്ക് വീണ്ടും കയറി വരികയാണ്. അവൻ ഒന്നുകൂടെ ഞാൻ പറയുന്നു, ആ മുഖം പൊട്ടി ആ മനുഷ്യൻ പുറത്തു വന്നു. ആമേൻ. അഭിഷേകത്തിന്റെ പുതപ്പ് വീണപ്പോ ആ മുഖം പൊട്ടി പുറത്തു വന്നു. അവൻ ആ കലപ്പയും കാളയെ അറുത്ത് അവൻ എന്ത് പറഞ്ഞ ഭക്ഷണം വെച്ച് അവൻ എല്ലാവർക്കും വിളമ്പിയിട്ട് പറഞ്ഞു, ടാറ്റ ബൈ ബൈ പറഞ്ഞു ഇങ്ങോട്ട് വന്നു. അവൻ പറഞ്ഞില്ല. അവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ചിന്തിക്കേണ്ട ഒരു ഭാഗം, തിരിഞ്ഞു നോക്കാൻ വകുപ്പില്ലാത്തൊരു കാര്യം ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ ചെയ്ത കലപ്പയും പിടിച്ചിരുന്ന കലപ്പയും തന്റെ മേൽ കിടന്ന നുകത്തെയും കത്തിച്ച് യാഗമർപ്പിച്ച്, അല്ലെങ്കിൽ ഭക്ഷണം ഒരുക്കി, മൃഗത്തെയും അറുത്ത് ഭക്ഷണം ഒരുക്കി എല്ലാവർക്കും കൊടുത്തിട്ട് പറഞ്ഞു, സദ്യ ഒരുക്കിയിട്ട് പറഞ്ഞു, ഇനി മേലാൽ ഞാൻ ഇങ്ങോട്ടില്ല, ഞാൻ അടുത്ത പാത പിന്തുടരുകയാണ്, യേശുവിന്റെ പാത. ആമേൻ. അടുത്ത മിറിക്കൽ തലത്തിലേക്ക് ഞാൻ കയറാൻ പോവുകയാണ്. അയ്യോ, മനസ്സിലായില്ല. ഞാൻ ഇതുവരെ കാളയുടെ കൂടെ ഉഴുതു നടക്കുന്നവനായിരുന്നു, അല്ലെ കണ്ടം ഉഴുതുന്നവനായിരുന്നു. പക്ഷെ ഇനി മുതൽ ഞാൻ കണ്ടം ഉഴുതുന്നവനല്ല, ഇനി ഞാൻ പ്രവാചകനാണ്. ആരുടെ പരിശുദ്ധാത്മാവ് ചിലരുടെ ജീവിത ശൈലികളെ മാറ്റാം. എന്നോട് ഇങ്ങനെ പറയാൻ പറഞ്ഞു, ചിലരുടെ ജീവിത ശൈലികളെ മാറ്റാം. അഭിഷേകത്തിന്റെ സാന്നിധ്യം വഹിക്കുക. അമ്മേൻ. അങ്ങനെ തന്നെ പറയുന്നു, അഭിഷേകത്തിന്റെ സാന്നിധ്യത്തെ ചുമക്കുക. അമ്മേൻ. നിന്നെ തകർത്ത് കളയത്തില്ല, അത് നിന്നെ ഉപയോഗിക്കും, നിന്നെ വളർത്തും, നിന്നെ അനുഗ്രഹിക്കും, മേൽത്തരമായതിലേക്ക് കൊണ്ടുവരും. ആമേൻ. ആമേൻ. മേൽത്തരമായതിലേക്ക് കൊണ്ടുവരും. അവൻ നിനക്ക് വേണ്ടി ചിലർ കരുതും. അവൻ അഭിഷേകത്തിന്റെ സാന്നിധ്യം വഹിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ അവൻ നിനക്ക് വേണ്ടി കരുതുന്ന ഒരു സമയമുണ്ടായിരിക്കും. ഈ ഒരു പദം ഒന്നുകൂടെ ഞാൻ പറയാം. അവൻ എലീശ 12 ഏർക്കാളുകൾ കൂടെ നടക്കുമ്പോ അവൻ എപ്പോ കണ്ടാലും ഈ മനുഷ്യന്റെ ദേഹത്ത് ചെളിയ. എന്റെ ചിന്തയാണ്, അടുപ്പിച്ച് നിർത്തുകയല്ല, കൂടെ ചേർക്കുകയല്ല. ആർക്കും ഒക്കെ ഉള്ള ദൂത. അവൻ എല്ലാം ഇങ്ങോട്ട് ശ്രദ്ധിച്ച ദൂതിന്റെ ആടുമാരെ സാന്നിധ്യത്തിലേക്ക് കയറുക. അവൻ കൂടെ ചേർത്ത് നിർത്തുകയല്ല, ചേർത്ത് നിർത്താൻ ഒക്കുകയല്ല. സാഹചര്യങ്ങൾ ഇതുപോലെ. അവൻ കാരണം ഒത്തിരി കുറ്റങ്ങൾ, കുറവുകൾ പറയാൻ എലീശയുടെ മേലത്തുണ്ട്. 1, ഇവൻ കാളയോടുകൂടെ വാസം ചെയ്യുന്നവൻ. 2, ഇവൻ കണ്ടത്തിൽ ഉഴുതുകൊണ്ട് നടക്കുന്നവൻ.
ഇവന് മേൽത്തരമായത് ലഭിപ്പാനോ ഒന്നിച്ചിരിപ്പാനോ അടുത്തിരുത്താനോ സാധ്യതകളില്ല. കാണുമ്പോഴേ നമ്മളൊക്കെ നമ്മൾ മാറത്തില്ല. നിസ്സാരം ഈ റോഡിൽ കൂടെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ചാണക വണ്ടി പോകുമ്പോൾ അതിന്റെ സ്മെല്ലടിക്കുമ്പോഴേ നമ്മുടെ മേത്ത് തെറിച്ചാലോ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തൂടെ മാറും, മറ്റൊരു ഭാഗത്ത് വീണ്ടും അങ്ങ് മാറിപ്പോ. അവൻ പറഞ്ഞു ഹല്ലേലൂയ. അവൻ ഒരിക്കല് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മേലൊക്കെ മുഷിഞ്ഞിരിക്കും. എന്റെ സുഹൃത്തും കൂടെ ഉണ്ട്. ഞങ്ങള് രണ്ടുപേരും ബൈക്കിൽ വരണം. അപ്പൊ വേറൊരാൾ കൈ നീട്ടി നിർത്തി, കൈ അതിൽ കയറി വന്നു. അപ്പൊ പുള്ളി നല്ല ഡ്രസ്സ് ധരിച്ചിരിക്കണം. അപ്പൊ ഞങ്ങളുടെ അടുത്ത് ഇരുന്ന് ആ പുള്ളി ആദ്യം ഇറങ്ങും. ഈ ജോലി ചെയ്തുകൊണ്ട് എന്റെ കൂടെ നിന്ന് ആദ്യം ഇറങ്ങും. വസ്ത്രം മാറി നിൽക്കുന്ന രണ്ടാമത് ഇറങ്ങും. അപ്പൊ ആ പുള്ളി എന്ത് ചെയ്തു, ഈ പുള്ളി നടുക്ക് കയറ്റി. അപ്പൊ ഈ പുള്ളി പറഞ്ഞു, നിങ്ങളുടെ വസ്ത്രം മുഷിഞ്ഞിരിക്കുകയാണ്, എനിക്ക് നിങ്ങളുടെ അടുത്ത് നിങ്ങൾ എന്റെ വസ്ത്രമല്ല ചെളി, അതുകൊണ്ട് ഞാൻ പുറകിലിരിക്കും. പുറകിലിരുന്ന മനുഷ്യൻ ഇച്ചിരി സ്നേഹമുള്ള മനുഷ്യനോട് കെട്ടി അങ്ങ് പിടിച്ചു. അമ്മേ സ്വതന്ത്രം കളിക്ക് പിടിച്ചത് അങ്ങനെ പറഞ്ഞതുകൊണ്ട് അങ്ങ് പിടിച്ചത്. എന്തായാലും പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം, ആ വസ്ത്രത്തിൽ അശുദ്ധി ഉണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് നിർത്തുകയാണ്. അങ്ങനെ ചിലരൊക്കെ ഇതുപോലെ തള്ളി നിർത്തുമ്പോ അഭിഷേകം നിന്നെ തേടി വരുന്നത് തള്ളി നിർത്തിയവരുടെ അടുക്കൽ നിന്ന് ചേർത്ത് നിർത്താനാണ്. അവൻ നിന്നെ തള്ളി അകറ്റി നിർത്തിയെടുത്തു നിന്ന് അവൻ നിന്നെ ചേർത്ത് നിർത്താനും പലരുടെ മുന്നിൽ നിന്നെ അംഗീകരിപ്പാനുമായി അഭിഷേകം വരുന്നു. ഓ അവൻ ദേശത്ത് നിന്നെ ആരും അംഗീകരിച്ചില്ലെങ്കിൽ, അവൻ നിന്റെ കുടുംബത്തിൽ നിന്നെ ആരും അംഗീകരിച്ചില്ലെങ്കിൽ, അവരെല്ലാവരും നിന്നെ തള്ളി നിർത്തിയാൽ, അവരെല്ലാവരും നിന്നെ അകറ്റി നിർത്തിയാൽ, അവരെല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തിയാൽ, അവൻ നിന്നെ ചേർത്ത് നിർത്താനാണ് ഈ അഭിഷേകം വരുന്നത്. നിന്റെ മേലുള്ള നുകങ്ങൾ പൊട്ടിക്കാനാണ് ഈ അഭിഷേകം വരുന്നത്. അവൻ ഇതുവരെ തള്ളി നിർത്തി എന്തോ ഒരു നുകം അവൻ നിന്റെ മേൽ വീട് കിടക്കുമ്പോൾ ആ നുകത്തെ തകർക്കാനാണ് ഈ അഭിഷേകം നിന്റെ മേൽ വരുന്നത്. ഓ ഹോളി സ്പിരിറ്റ്, ഓ ഹോളി സ്പിരിറ്റ്, അവൻ ഇന്ന് പല അതുപോലെ അഭിഷേകം വ്യാപരിക്കട്ടെ. അവൻ തള്ളിയുടെ നടത്തുന്നു, ഒറ്റപ്പെടുത്തുന്നു, നടത്തുന്നു. അവൻ കാലക്ക് സമമായി അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് തുല്യമായി മാറ്റി നടത്തുന്നത്. അവൻ അഭിഷേകത്തിന്റെ ശക്തി അവൻ ഉയരങ്ങളിലേക്ക് ഉയർത്തുന്ന യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കണം. ഇവിടെ എലിസ പറയുകയാണ് ഹല്ലേലൂയ. അവൻ ഏലിയാവിനോട് ചോദിച്ചു, നിനക്ക് എന്ത് വേണം? എനിക്ക് ഇരട്ടി അഭിഷേകമാണ്, എനിക്ക് ഇരട്ടി അഭിഷേകമാണ്. മക്കളെ, ഇന്ന് മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവത്തിന്റെ ഇരട്ടി ശക്തി. ഇന്നലകൾ ഉള്ളതല്ല. അതിനോട് പറയരുത്. ഇരട്ടിയായിട്ട് വെളിപ്പാട്, ഇരട്ടിയായിട്ട് അഭിഷേകത്തിന്റെ ശക്തി. ശലോമോൻ ആലയം ഉണ്ടാക്കിയപ്പോൾ മോശ ഉണ്ടാക്കിയതുപോലെ അല്ല. ശലോമോൻ ആലയം ഉണ്ടാക്കിയപ്പോൾ പുരോഹിതന്മാർക്ക് ശുശ്രൂഷിപ്പാൻ നിൽപ്പാൻ കഴിയാത്തതുപോലെ ദൈവസാന്നിധ്യം ഇറങ്ങി. മോശയുടെ കാര്യത്തിൽ ദൈവ തേജസ് ഇറങ്ങിയെന്ന് നമുക്കറിയാം. ദൈവ തേജസ് മോശയുടെ മുഖത്ത് വിളങ്ങി നമുക്കറിയാം. പക്ഷെ അതിനെക്കാട്ടും അപ്പുറത്ത് ശലോമോന്റെ ആലയത്തിൽ തേജസ് ഇറങ്ങി നിന്നു. ഇതുപോലെ ഇരട്ടി ഇരട്ടിയായി നമ്മുടെ മേൽ കയറി വരട്ടെ. കുറയുകയല്ല ചെയ്യേണ്ട, അഭിഷേകം വളരണം. അഭിഷേകത്തിന്റെ ശക്തി വളരണം. അടുത്ത പദം എന്നിട്ട് പറയാണ് ഇരട്ടിയായിട്ട് വേണം. എന്നിട്ട് ഏലിയാവ് പറയാണ്, നീ എന്നെ കാണുന്നുവെങ്കിൽ, എന്നെ എടുത്തപ്പെടുമ്പോൾ കാണുന്നുവെങ്കിൽ എനിക്ക് നിനക്കത് കിട്ടും. എന്തായാലും അതൊക്കെ കിട്ടി. നമ്മളൊക്കെ ഒത്തിരി പ്രസംഗിച്ച് കേട്ടതാ. എന്നിട്ട് ഇങ്ങോട്ട് താഴോട്ട് വരുമ്പോ അതിന്റെ 19ാമത്തെ വാക്യത്തിൽ ഇരട്ടി അഭിഷേകത്തിന്റെ ഓരോ പ്രവൃത്തികളെ കുറിച്ച് വേഗത്തിൽ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. 19ാമത്തെ വാക്യത്തിൽ വേഗത്തിൽ ഒന്ന് വായിച്ച്. എലീശയോട് കാണുന്നുവല്ലോ വെള്ളം ചീത്തയും ദേശം ഗർഭനാശമാകുന്നു എന്ന് പറഞ്ഞു. അതിനു അവൻ ഒരു പുതിയ തളിക കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവേ എന്നും പറഞ്ഞു. അവർ അത് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ നീരുറവിന്റെ അടുക്കൽ ചെന്ന് അതിൽ ഉപ്പിട്ടു. ഞാൻ ഈ വെള്ളം പഥ്യമാക്കിയിരിക്കുന്നു. ഇനി ഇതിനാൽ മരണവും ഗർഭനാശം ഉണ്ടാകുകയില്ല. ഇനി ശ്രദ്ധിച്ചു കേട്ടോ, ഇരട്ടി അഭിഷേകം വന്ന മനുഷ്യന്റെ വാക്കെന്താ പറയാ? ആ ഒരു ദേശത്തേക്ക് കയറി ചെല്ലുമ്പോ അവിടെ അങ്ങനല്ലേ വെച്ചേ, ദേശം ഗർഭനാശവും വെള്ളം ചീത്തയും, ജീവിക്കാൻ സാധ്യതയില്ലാത്ത പറ്റാത്ത സാഹചര്യം. നമ്മൾ പറയത്തില്ല ചിലപ്പോ നമ്മുടെ വീട് ജീവിക്കാൻ പറ്റാത്തതാണ്, അങ്ങനെ പറയുന്നവരായിരിക്കും. നമ്മുടെ ജീവിതം അല്ലെങ്കിൽ ദേശം കൊള്ളരുതാത്തത്. പക്ഷെ ഇരട്ടി അഭിഷേകമായിട്ട് അവിടെ ചെന്നപ്പോ അത് കൊള്ളാവുന്നതായി. എന്താ പറയാതെ വിശ്വാസം കയറി. മക്കളെ, നമ്മുടെ വീട്, നമ്മുടെ ജീവിതം
നമ്മുടെ സാഹചര്യം കൊള്ളരുതാത്തതാണെങ്കിൽ അഭിഷേകത്തിന്റെ ഇരട്ടി പങ്ക് വന്നപ്പോൾ അത് കൊള്ളാകുന്നതായി മാറി. ആമേൻ. ഓ സ്വതം സ്വതം സ്വതം. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്തട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ കൊള്ളരുതാത്തതെന്ന് തോന്നുന്നതിനെ ഇരട്ടി അഭിഷേകം പ്രാപിച്ച ശക്തി പുതുകിയ അത് കൊള്ളാകുന്നതായി മാറും. അത് കൊള്ളാകുന്നതായി മാറും. ഹല്ലേലൂയ. ആമേൻ. അത് കൊള്ളാകുന്നതായി മാറും. അവൻ നിന്റെ ശരീരത്തെ കുറിച്ച് നിനക്ക് കൊള്ളരുതാത്ത ശരീരമെന്ന് നിനക്ക് തോന്നിയാൽ അവൻ നിന്റെ മേൽ അഭിഷേകം വ്യാപരിച്ചു കഴിയുമ്പോൾ അവൻ നിന്റെ ശരീരം കൊള്ളാകുന്നതായി മാറും. അവൻ നിന്റെ വീട് കൊള്ളരുതാത്തതെന്ന് നിനക്ക് തോന്നിയാൽ ആ ഇരട്ടി അഭിഷേകം നിന്റെ മേൽ വരുമ്പോൾ ആ വീട് കൊള്ളാകുന്നതായി മാറും. അവൻ നിന്റെ ജോലി കൊള്ളരുതാത്തെന്ന് നിനക്ക് തോന്നിയാൽ നിന്റെ മേൽ ഇരട്ടി അഭിഷേകം വരുമ്പോൾ ആ ജോലി ഏറ്റവും അനുഗ്രഹമായി മാറും. അവൻ എന്താണോ നിനക്ക് ഇല്ലാത്തത്, എന്താണോ നിനക്ക് ദോഷമായത്, അത് നിന്റെ മേൽ അഭിഷേകം വെളിപ്പെടുമ്പോൾ ഏറ്റവും നല്ലതായി മാറും. കാനാവിലെ കല്യാണ വീട്ടിലേക്ക് യേശു കർത്താവ് കയറി ചെന്നപ്പോൾ അഭിഷേകമുള്ള അഭിഷേകം കയറി ചെന്നപ്പോൾ അവൻ പച്ചവെള്ളം വീഞ്ഞായി മാറിയില്ലേ? ആമേൻ. അവൻ പച്ചവെള്ളം വീഞ്ഞായി മാറിയില്ലേ? അവൻ മക്കളെ ഇരട്ടി അഭിഷേകം പ്രാപിച്ചാൽ അവൻ വെള്ളം ചീത്തയാണെങ്കിൽ അത് നേരാകും. അവൻ ദേശം ഗർഭനാശമെങ്കിൽ അത് ആമൻ മാറിപ്പോകും. ഇന്ന് പകൽ ഈ സഭയ്ക്കകത്ത് ആ ദൂത് നിവർത്തീകരിക്കണം. ഇതിനകത്തുനിന്ന് സ്വസ്ഥതയുള്ള വെള്ളം പുറപ്പെട്ടു വരണം. ഇതിനകത്തുനിന്ന് മരണങ്ങൾ മാറിപ്പോകണം. ഇതിനകത്തുനിന്ന് ആത്മമരണങ്ങൾ മാറിപ്പോകണം. അഭിഷേകത്തിന്റെ ഇരട്ടി ശക്തി വെളിപ്പെടുമ്പോൾ അവൻ ചില ഇരുട്ടിന്റെ മുഖങ്ങൾ മാറിപ്പോകണം. ഇന്ന് പകൽ ഇതിനകത്ത് ആ ശക്തി വെളിപ്പെട്ടു വരണം. എന്നിൽ വിശ്വസിക്കുന്നവർ ഇതിലും വലിയത് ചെയ്യുമെന്ന് യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഇതിലും വലിയ ചില പ്രവൃത്തികള് അവൻ ദൈവം ചിലരുടെ അയക്കട്ടെ. അവൻ ഇതിലും വലിയ അത്ഭുതങ്ങൾ കാണാം. അവൻ ചിലരുടെ ജീവിതം മാറി വരട്ടെ. ജീവിക്കാൻ പറ്റാത്തടത്ത് ദൈവം ജീവിപ്പിക്കും. അവൻ നിങ്ങൾക്ക് മടുത്തു എന്ന് തോന്നുന്ന ദേശത്ത് ദൈവം നിങ്ങളെ നിർത്തും. അവൻ അവിടെ തന്നെ ദൈവം വളർത്തും. അവൻ അവിടെ തന്നെ ദൈവം വളർത്തും. അവൻ വിശ്വസിക്കാൻ കഴിയുന്ന വചനം, അവൻ വിശ്വസിക്കാൻ കഴിയുന്ന വചനം, അവൻ ഏറ്റെടുക്കാൻ കഴിയുന്ന ഈ വചനം, അവൻ നീ തകരുന്നിടത്ത് നിന്നെ ഉയർത്തും. അവൻ നീ കൊല്ലത്തിൽ എന്ന് പറയുന്ന അവൻ വീട് വിട്ട് പോകണമെന്ന് തോന്നുന്ന ആ ഏറിയയിൽ അവൻ ദൈവം നിന്നെ ഉപയോഗിക്കും. സത്യവും ജീവനും ഞാനും യേശു പറഞ്ഞു. എന്നിലൂടെ അല്ലാതെ ആർക്കും ഒന്നും നേടിയെടുക്കാൻ പറ്റത്തില്ല. അവനിൽ വസിക്കുന്നവന്റെ മേൽ ഇതിലും വലുത്. ആമേൻ. യേശുവിൽ വസിക്കുന്നവരുടെ മേൽ ഇതിലും വലുത്. ആമേൻ. മക്കളെ, നമ്മുടെ മേൽ ഇരട്ടി ഇരട്ടിയായി വെളിപ്പെട്ട് വരട്ടെ. ആമേൻ. 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 ഒന്ന് വെച്ചവൻ ഒന്നുകൂടെ. ആമേൻ. ഒന്ന് നേടിയവൻ ഒന്നുകൂടെ. 5 നേടിയവൻ 5 കൂടെ. ആമേൻ. വളരട്ടെന്നേ. ഒരു ദൈവദാസൻ ഒരിക്കലും ഒരു സാക്ഷ്യം പറഞ്ഞു. ഒരു ദൈവദാസൻ ഒരു സാക്ഷ്യം പറഞ്ഞു. ആ സാക്ഷ്യം ഇങ്ങനെയായിരുന്നു. ഒരു ദൈവദാസൻ ഒരു വാഹനം വാങ്ങി. വാഹനം വാങ്ങിയപ്പോ വേറൊരു ദൈവദാസൻ ആ ദൈവദാസന് ഒരു വാഹനത്തിനെ കുറിച്ചിട്ടു. അദ്ദേഹം ചോദിച്ചു, എനിക്കും ഇതുപോലത്തെ ഒരു വാഹനം വാങ്ങണം, അതുകൊണ്ട് പ്രാർത്ഥിക്കണം. അപ്പം ആദ്യം വാഹനം മേടിച്ച ദൈവദാസൻ ചോദിച്ചത്രേ, പിന്നെ നിനക്ക് വാഹനം എത്ര നാൾ കൊണ്ട് നോക്കിയിട്ട് എനിക്കിതൊന്നും മേടിക്കാൻ പറ്റിയെന്നത്, എത്ര വർഷമായി എന്നറിയാം ഇതിന്റെ പുറകെ നടക്കുന്നു, എന്നിട്ടാണ് ഇത് കിട്ടിയത്. നിനക്കിപ്പോ എത്ര തുടങ്ങിയതല്ലേ ഉള്ളൂ. അമ്മൻ പറഞ്ഞു. അപ്പൊ ആ ദൈവദാസൻ എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് 10 ഡ്രൈവർമാരുണ്ട്. ഏത് വാഹനം നിനക്ക് മേടിക്കാൻ പ്രാപ്തി ആയില്ലെന്ന് പറഞ്ഞിട്ട് കള്ളപ്പെട്ട ആ ദൈവദാസന് ഇന്ന് 10 ഡ്രൈവർമാരുണ്ട്. പക്ഷെ ആ പറഞ്ഞ ദൈവദാസൻ ഇന്നും ആ ഒരു കാറേ ഉള്ളൂ. ഞാൻ അനുഗ്രഹത്തിന്റെ പാത മനസ്സിലായി. അമ്മ നമ്മൾ വളരണം. ഒന്നുകൂടെ മനസ്സിലായില്ല. ഒന്നുകൂടെ. അമ്മൻ. 10 കിട്ടിയ 10 കൂടെ. അമ്മൻ. 5 രൂപയ്ക്ക് 5 രൂപ കൂടെ. അമ്മൻ. ഒരാത്മാവിനെ നേടിയ ഒരാത്മാവ് കൂടെ. അമ്മൻ. ഒരു വീടുണ്ടെങ്കിൽ ഒരു വീട് കൂടെ. ആഗ്രഹിക്കും മക്കളെ. യേശുവിന്റെ നാമത്തിൽ പേടിക്കണം. അമ്മൻ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും മക്കളെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും.
എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. സഭ പ്രാർത്ഥിക്കും. അനുഗ്രഹങ്ങളെ പ്രാപിക്കുക. ദൈവവഴിയിൽ നിൽക്കുക. ആമേൻ. ഒന്നേ ഞാൻ പറയൂ, ദൈവവഴിയിൽ നിൽക്കുക. ആമേൻ. ആ വഴി സത്യം ജീവനുമായെങ്കിലേക്ക് കയറി വാ. ആമേൻ. എന്നിട്ട് ഒന്ന് എന്ന് പറഞ്ഞ് നേടിയെടുക്കുക. ആമേൻ. ദൈവം തരുന്ന താലന്തുകൾ അനവധി നേട്. ആമേൻ. ആമേൻ. കൃപാവരങ്ങളാണെങ്കിൽ നേട്. ആമേൻ. ആമേൻ. നന്മകളാണെങ്കിൽ നേട്. ആമേൻ. എന്താണോ നിനക്ക് വേണ്ടി സ്വർഗം ചൊരിഞ്ഞത് അതിനെ വളർത്ത്. ഓ പ്രാർത്ഥന ശകരവൗഢനാദിയായ അവൻ ഇന്ന് പകൽ ഇരട്ടി അഭിഷേകം പ്രാപിക്കുമ്പോ അവൻ തകരുമെന്നല്ല പറയേണ്ടത്, ഞാൻ വളരുമെന്ന് പറയാം. അവൻ ദേശം മോശമെന്നല്ല, അവൻ ഈ വേഷം വിതയ്ക്കാൻ അനുകൂലമായ ദേശമാണ്. യോസഫിന്റെ കാലത്ത് മരുഭൂമിക്കകത്ത് നിന്ന് യോസഫ് വിതച്ചു. വിതയ്ക്കാൻ യോഗ്യമായ സ്ഥലമല്ല, അനുയോജ്യമായ ഇടമല്ല. അമ്മ അതിന്റെ ചരിത്രം ഞാൻ പഠിച്ചപ്പോ പാറക്കെട്ടുകൾ, പാറക്കൂനകൾ തിങ്ങി നിന്ന സ്ഥലം എന്നാണ് പറഞ്ഞത്. അവിടെയാണ് യോസഫിന് വിഹിതം കിട്ടിയത് വിതയ്ക്കാൻ. പക്ഷെ അവിടെ വിതച്ചപ്പോ 100 മേനി കൊയ്തു. അമ്മേ ഒന്നുകൂടെ പറയാം. ഒരു ദൈവദാസൻ, ഒരു പ്രായമുള്ള ഒരു ദൈവദാസൻ ഹിമാചൽ പ്രദേശിന്റെ ഏരിയയിലാന്ന് തോന്നുന്നു എന്റെ ഓർമ്മ. അവിടെ ചെന്നിട്ട് ഒരു വീഡിയോ എടുത്തിട്ടു. അവൻ ഈ ദേശമൊക്കെ കാണിച്ചിട്ട് വീഡിയോ എടുത്തിട്ട് ഇവിടെ വിതയ്ക്കാൻ പറ്റിയ വയൽ പ്രദേശമാണ് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഞാൻ ആ വീഡിയോ വീണ്ടും സെർച്ച് ചെയ്തു. ഞാൻ നോക്കിയപ്പോൾ ഒറ്റ വീട് ആ മലച്ചെരുവിലില്ല. അവൻ പറഞ്ഞില്ലല്ലോ. ഹല്ലേലൂയ. പക്ഷെ പുള്ളി ആ മലയുടെ ചുറ്റുപാടും കാണിച്ചിട്ട് പറയാണ് വിതയ്ക്കാൻ പറ്റിയ വയൽ പ്രദേശമാണ് ഇവിടെ സുവിശേഷം എത്തിയിട്ടില്ല. അമ്മ മനുഷ്യൻ പറഞ്ഞൊരു പദമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ മനുഷ്യർ ഒന്നും കാണാതെ ഇങ്ങനെ പറയുന്നത് എന്തുവാ. അപ്പൊ എനിക്ക് മനസ്സിലായി തന്റെ വിശ്വാസം എന്റേതല്ലായിരുന്നു. അവൻ തന്റെ വിശ്വാസം എന്റേതല്ലായിരുന്നു. അവൻ തന്റെ മേൽ വ്യാപരിച്ച അഭിഷേകം എന്റെ മേലുള്ളതല്ല, ഒരു ഇരട്ടി അഭിഷേകം ആ മനുഷ്യന്റെ മേലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. മക്കളെ, ഇല്ലാത്തടത്ത് ഉള്ളതിന് പോലെ വീഴ്ച വരുത്താൻ കഴിയുന്ന യേശുവിന്റെ സാന്നിധ്യം, അവന്റെ ആത്മാവിന്റെ ശക്തി, അവന്റെ അഭിഷേകമാണ് അവൻ നമ്മുടെ മേൽ വ്യാപരിക്കുന്നത്. ആ അഭിഷേകത്താലാണ് വർദ്ധനവ് വരുന്നത്. ഇരട്ടി അഭിഷേകം, ഇരട്ടി അഭിഷേകം. യേശുവിന്റെ നാമത്തിൽ അവൻ ഇന്ന് പകൽ ഇരട്ടി അഭിഷേകത്തിന്റെ ശക്തി അവൻ ചിലരുടെ മേൽ വ്യാപരിച്ചിറങ്ങട്ടെ. അവൻ ഒന്ന് കിട്ടിയവരൊന്നുകൂടെ വേണം. ഒരു കുടുംബത്തെ, ഒരു വിശ്വാസിയെ, അവൻ ഒരു ദൈവത്തെ, ഒരു നന്മയെ കൂടെ നേടുവാൻ. സമാധാനത്തിന്റെ ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം കൂടെ, അവൻ നല്ലതുപോലെ തുടങ്ങി ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം കൂടെ, അവൻ മക്കളെ സുഖമായി ഉറങ്ങുമെന്ന്. ഇതിനകത്ത് ഉറക്കം കിട്ടാത്ത ചിലർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇന്ന് രാത്രി ഉറക്കത്തെ കളയുന്ന ദുരാത്മാവിനോട് യേശുവിന്റെ നാമത്തിൽ ഇതിനകത്തുനിന്ന് വെളിയിലിറങ്ങാൻ കൽപ്പിക്കുകയാണ്. ഓടിച്ചത് പെട്ടെന്ന് വായിച്ചേ. ഹല്ലേലൂയ. അവൻ ഒരു ഭാരം വഹിക്കുന്നത് പോലെ വഹിക്കുന്ന ചിലരെ, അവൻ ചുമക്കുന്ന ചിലരെ ദൈവം സ്വതന്ത്രമാക്കുകയാണ്. അവൻ വായിച്ചു, പെട്ടെന്ന് വായിച്ചേ. 61:7 ഇരട്ടിയായി, ശ്രദ്ധിച്ച് കേട്ടോണേ, നാണത്തിന് പകരം ഇരട്ടിയായി പ്രതിഫലം കിട്ടും. ലജ്ജയ്ക്ക് പകരം തങ്ങളുടെ ഓഹരി സന്തോഷം. നോക്ക്, ഇവിടെ ശ്രദ്ധിക്കണം, ഈ പദം പറഞ്ഞ് പ്രാർത്ഥിക്കാം. ലജ്ജ നേരിടുന്ന എന്തോ മുഖങ്ങൾ വഹിക്കുന്നത് പോലെ ചില ലജ്ജയ്ക്കകത്ത് ചുമന്നോണ്ട് നടക്കുന്ന അവൻ വ്യക്തിയോടാണ് ഈ ദൂത്. അവൻ നീ ഇരട്ടിയായി അനുഗ്രഹം പ്രാപിക്കാൻ പോകുകയാണ്.